ഗുഡ് മോർണിംഗ് മക്കളെ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലെ ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ സിലബസ് എഴുതിയെടുത്തു. അതുപോലെ തന്നെ ഡിബഞ്ചർ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ നോട്ട്സും മക്കൾ എഴുതിയെടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. സോ അങ്ങനെ എഴുതാത്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ ആദ്യം നോട്ട്സ് കംപ്ലീറ്റ് ചെയ്യുക. അതിനുശേഷം മാത്രം ഈ ന്യൂ ഏരിയയിലേക്ക് വന്നാൽ മതി. നോട്ട്സ് ഇല്ലാതെ കുട്ടികൾക്ക് ഈ ഒരു പാർട്ട് മനസ്സിലാക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നോട്ട്സ് എന്തായാലും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടാവണം. ഓക്കെ. സോ കുറേ കാര്യങ്ങൾ നമ്മൾ 2 ദിവസങ്ങളിൽ ഗൂഗിൾ മീറ്റുകളിലായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഫർദർ ആയിട്ടുള്ളൊരു മറ്റുള്ള കാര്യങ്ങൾ ഇൻട്രൊഡക്ഷനൊന്നും ഈ വീഡിയോയിൽ തരുന്നില്ല. കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത് തന്നെയാണ്. എന്താണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, എന്താണ് അല്ലേ, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന് മീനിങ് എന്താണ്, അക്കൗണ്ടിങ് എന്താണെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പ്രീവിയസ് ക്ലാസ്സസിൽ നമ്മൾ നോക്കിയതാണ്. ഓക്കെ മക്കളെ, നിങ്ങൾക്ക് ക്ലിയർ അല്ലേ? ആ ഏരിയാസൊക്കെ ക്ലിയർ അല്ലേ? അപ്പോൾ ഇനി ഡിബഞ്ചർ എന്താണ് അല്ലേ, എന്താ ഡിബഞ്ചർ, ഡിബഞ്ചറിൻ്റെ മീനിങ്, നേച്ചർ എന്തൊക്കെയാണ് ഡിബഞ്ചറിൻ്റെ, ഏതൊക്കെ ടൈപ്പ് ഓഫ് ഡിബഞ്ചേഴ്സ് ആണുള്ളത്, അതൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. ഓക്കെ. അപ്പോൾ നിങ്ങൾ ലെക്ചർ നോട്ട് മാക്സിമം എഴുതാൻ വേണ്ടി നോക്കുക. കൺസെപ്റ്റ് ക്ലിയർ ആക്കിയിട്ട് പോവുക. ഓക്കെ കുട്ടികളെ. സോ ബിഫോർ ഈ ഡിബഞ്ചറിലേക്ക് കിടക്കുന്നതിന് മുമ്പ് അല്ലെ, കമ്പനി അക്കൗണ്ട്സ് ആണ്, കമ്പനീൻ്റെ അക്കൗണ്ട്സ് തയ്യാറാക്കുന്ന ഏരിയ ആണ് ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ. സോ അപ്പോൾ നമുക്ക് എന്താ അറിയണം, ഒരു കമ്പനി എന്താണെന്നൊക്കെ അറിയേണ്ടത് മുമ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ മക്കളെ. കമ്പനി എന്താണെന്ന് അറിയണം, കമ്പനിയിൽ ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് കമ്പനിക്ക് ഫണ്ടുകൾ ആവശ്യമായിട്ട് വരിക, ഏതൊക്കെ ടൈപ്പ് ഓഫ് ഫണ്ടുകളാണ് കമ്പനീസ് റേസ് ചെയ്യാറ്, ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് അറിഞ്ഞാലേ ഡിബഞ്ചർ എന്ന് പറയുന്ന ഏരിയ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ എന്താണ് ഒരു കമ്പനി? കുട്ടികൾ കേട്ടിട്ടില്ലേ? കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ, കമ്പനി ലിമിറ്റഡ്, പബ്ലിക് കമ്പനി ലിമിറ്റഡ്, പ്രൈവറ്റ് കമ്പനി ലിമിറ്റഡ്, എത്ര കമ്പനീസ് ആണല്ലേ, എത്ര കമ്പനീസാണ് നമ്മുടെ ചുറ്റുമുള്ളത്. ഒരുപാട് ബിസിനസ് സ്ഥാപനങ്ങൾ കമ്പനീസ് നടത്തുന്നു. മൾട്ടിനാഷണൽ ആയിട്ടുള്ള കമ്പനീസ് ഉണ്ട്, നമ്മുടെ ഡൊമസ്റ്റിക് റിലേറ്റഡ് ആയിട്ടുള്ള കമ്പനീസ് ഉണ്ട്, ലോക്കൽ കമ്പനീസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കമ്പനീസൊക്കെ ബിസിനസ് സ്ഥാപനങ്ങളാണ് നടത്തുന്നത്. ബിസിനസ്സാണ് അവർ റൺ ചെയ്തു പോകുന്നത്. അതിൻ്റെ ഉദ്ദേശം എന്താണ്? പ്രോഫിറ്റ് ഉണ്ടാക്കൽ തന്നെയാണ്. അപ്പോൾ ഒരുപാട് ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ഇന്നത്തെ മോഡേൺ വേൾഡിലുണ്ട്. കാലത്തിൽ സാഹചര്യങ്ങൾ മാറുന്നതിനനുസരിച്ച് കൊണ്ട് ഒരുപാട് ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻസ് വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്, അല്ലെ, ഒറ്റയ്ക്ക് ഒരാളൊരു സ്ഥാപനം നടത്തുന്നു. ഒക്കെ ഓരോ നീഡുകൾ വെച്ചുകൊണ്ടല്ലോ മക്കളെ. അതേപോലെ തന്നെ പാർട്ട്ണർഷിപ്പ് ഫേമുകളുണ്ട്. പാർട്ട്ണർഷിപ്പ് ഫേമുകളും ബിസിനസ് റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോ നീഡുകൾ അനുസരിച്ചുകൊണ്ടും ഓരോ ആവശ്യകതകൾ അനുസരിച്ചുകൊണ്ടും പല ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷനും ഇന്നത്തെ മോഡേൺ വേൾഡിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പം എൻ്റെ മക്കളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ സോൾ പ്രൊപ്പറേറ്റർഷിപ്പും അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഫേമുകളായിക്കോട്ടെ, അതിനേക്ക് അതിൻ്റേതായിട്ടുള്ള അഡ്വാൻറ്റേജസും ദെൻ ഡിസഡ്വാൻറ്റേജസും ഇല്ലേ. നമ്മൾ +1 +2 കാലഘട്ടങ്ങൾ, ഹയർ സെക്കൻഡറിയിൽ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് എന്താണ് അല്ലെ, അതിൻ്റെ അക്കൗണ്ട്സുകളൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ മക്കളെ. പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയുള്ള ബിസിനസ് ഫോമുകളെല്ലാം നമ്മൾ സംഘടിപ്പിക്കുന്ന സമയത്ത് അവിടെ നമുക്കനുസരിച്ചിട്ടുള്ള നമുക്കതിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ക്യാപിറ്റൽ എന്ന് പറയുന്നത് വളരെയധികം ലിമിറ്റഡ് ആയിരിക്കും. അല്ലെ, നമ്മൾ സ്വന്തമായിട്ടൊരു ബിസിനസ് സ്ഥാപനം നടത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹ്യൂജ് ആയിട്ടുള്ള ഫണ്ടുകളുണ്ടോ, നമ്മുടെ കയ്യിൽ അത്രയും ഫണ്ടുകളൊക്കെ ബീർ ചെയ്യാനുണ്ടോ മക്കളെ? നമുക്കൊരു ലിമിറ്റ് ഇല്ലേ. അതേപോലെ തന്നെ ആ ഒരു ബിസിനസ് സ്ഥാപനം നടത്തുമ്പോൾ നമുക്ക് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ അൺലിമിറ്റഡ് അല്ല. അതിൽ വരുന്ന ബാധ്യതകൾ നമ്മൾ ഒറ്റയ്ക്ക് ഏറ്റെടുക്കണം അല്ലേ. അൺലിമിറ്റഡ് ആണ് നമ്മുടെ ബാധ്യതകൾ എന്ന് പറയുന്നത്, റൈറ്റ്. അപ്പോൾ ഈ ഒരു ഫോം ഓഫ് ഓർഗനൈസേഷൻസിനെ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ആയിക്കോട്ടെ, പാർട്ട്ണർഷിപ്പ് ആയിക്കോട്ടെ, അതിൻ്റേതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്, പരിമിതികളുണ്ട്. ഓക്കെ. സോ ഇങ്ങനെയുള്ള ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ്റെ പരിമിതികളിൽ നിന്നുകൊണ്ടാണ് കമ്പനി, ഓക്കെ, കമ്പനി എന്ന് പറയുന്നത് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി, കുറച്ചും കൂടി ടെക്നിക്കലായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി നിലവിൽ വരുന്നത്. ഓക്കെ. അപ്പോൾ ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയിൽ എന്താ പറയുക, കുറേ ആളുകൾ ഉണ്ടാവും അല്ലേ. കുറേ കമ്പനി എന്ന് പറയുമ്പോൾ അസോസിയേഷൻ ഓഫ് പേഴ്സൺ ആണ്, കുറേ ആളുകളുടെ കൂട്ടായ്മയാണ്. അവരെല്ലാവരും കൂടി കം ടുഗദർ, വർക്ക് ടുഗദർ, ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരു കോമൺ പർപ്പസിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നു. ദാറ്റ് സിംപ്ലി വി കോൾ ദ കമ്പനി. അതിന് നമ്മൾ എന്തെന്ന് പറയുക, കമ്പനി എന്ന് പറയുന്നത്. ഇപ്പം നമ്മുടെ ചുറ്റും കേൾക്കുന്ന ഇപ്പോൾ ഒരു ABC ലിമിറ്റഡ് കമ്പനി അല്ലേ, ഇനി വേറെ ഏതെങ്കിലും കമ്പനി എക്സാമ്പിൾ മാത്രം ഉണ്ടോ മക്കളെ? അപ്പോൾ ചുറ്റും നമുക്ക് ഒരുപാട് കമ്പനീസൊക്കെ നമ്മുടെ ഈ ചുറ്റുപാട് തന്നെ ഒരുപാട് കമ്പനീസുകളുണ്ട്. സോ ഇപ്പോൾ കമ്പനി എന്ന് പറയുന്നത് അസോസിയേഷൻ ഓഫ് പേഴ്സൺ ആണ്. വളരെ സിമ്പിളായിട്ടുള്ള ടേമിൽ അസോസിയേഷൻ ഓഫ് പേഴ്സൺ ആണ്. കുറേ ആളുകളുടെ അസോസിയേഷനാണ്.
അവരൊരുമിച്ച് നിന്നുകൊണ്ട് ആ ഒരു ബിസിനസ് സ്ഥാപനം മുന്നോട്ട് കൊണ്ടുവന്നു. അത് മാത്രമല്ല കമ്പനി എന്ന് പറയുന്നത്. അത് നമുക്ക് വളരെ ലൂസിഡ് ആയിട്ടുള്ള ഒരു സെൻസിൽ പറയാം, വളരെ നമ്മുടെയൊക്കെ ലാംഗ്വേജിൽ, കോമൺ ലാംഗ്വേജിൽ മക്കളെ പറയാം. കമ്പനി ഈസ് എൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ. ഓക്കെ, കമ്പനി എന്ന് പറയുന്നത് ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. കുറേ ആളുകളെല്ലാം കൂടി വോളണ്ടറി ആയിട്ട് ചേർന്നുകൊണ്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന, അല്ല എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് വന്നിരിക്കുന്ന ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ് കമ്പനി എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം നമ്മളൊക്കെ ഒരു പേഴ്സൺ അല്ല മക്കളെ, നമ്മളെല്ലാം ഇൻഡിവിജ്വൽ ആണല്ലേ. ഇതേപോലെയുള്ള ഒരു പേഴ്സൺ, ഓക്കെ, ഒരു വ്യക്തി, നിയമപരമായിട്ടുള്ള വ്യക്തി എന്നൊക്കെ നമ്മൾ പറഞ്ഞു, നമ്മളോരോ വ്യക്തികളാണ്. ഇതേപോലെ നിയമപരമായിട്ടുള്ള അല്ലെങ്കിൽ ലീഗൽ എൻറ്റിറ്റി ആയിട്ടുള്ള ലീഗലായിട്ടുള്ള ഒരു പേഴ്സൺ ആണ് കമ്പനി. ഓക്കെ, നമ്മളെപ്പോലെയുള്ള കുറേ ആളുകളെല്ലാം കൂടി ചേർന്നിട്ട് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്താൽ ആ ഒരു കമ്പനി എന്ന് പറയുന്നത് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റിയാണ്. ഓക്കെ, ഈ ഓണർമാരിൽ നിന്നുകൊണ്ടുള്ള ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ലീഗൽ എൻറ്റിറ്റി, ഒരു പേഴ്സൺ ആയിട്ടാണ് കമ്പനിയെ ട്രീറ്റ് ചെയ്യുക. ക്ലിയർ ആയോ മക്കളെ? ഓക്കെ, സോ ദ കമ്പനി ഈസ് എൻ അസോസിയേഷൻ ഓഫ് പേഴ്സൺ ഹു ടേക്ക് ദെയർ മീൽസ് ടുഗദർ. ദാറ്റ് മീൻസ് കുറേ ആളുകളുടെ കൂട്ടായ്മയാണ്, കുറേ ആളുകൾ അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് ആണ് കമ്പനി. അവരെല്ലാവരും കൂടി ചേർന്നിട്ട് ഒരു കോമൺ പർപ്പസിന് വേണ്ടിയിട്ട് ബിസിനസ് സ്ഥാപനം, അതിൻ്റെ എല്ലാം കോമൺ പർപ്പസ് എന്ന് പറയുന്നത് ആ ബിസിനസ് റൺ ചെയ്യുക എന്നുള്ളതായിരിക്കും. ഓക്കെ, സോ കമ്പനി എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ആദ്യം ഓർമ്മ വരേണ്ടത് അതാണ്, ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റിയാണ് കമ്പനി. അതിൻ്റെ മെമ്പേഴ്സിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആളുകളിൽ നിന്നുകൊണ്ടുള്ള ഒരു പ്രത്യേകതരം വ്യത്യസ്തമായിട്ടുള്ള, ഇവരിൽ ടച്ച് ആവാത്ത ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു എൻറ്റിറ്റി ആയിട്ട് കമ്പനി പ്രവർത്തിക്കുന്നു. കമ്പനിക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള എക്സിസ്റ്റൻസ് ഉണ്ട്. ഓക്കെ, ഇപ്പം നമ്മളെല്ലാവരും കൂടി ചേർന്നുകൊണ്ട്, നമ്മുടെ ക്ലാസ് എല്ലാവരും കൂടി ചേർന്നിട്ട് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നു. നമ്മളെല്ലാം കുറച്ച് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മളെല്ലാവരും കൂടി മക്കളെ ഒരു കമ്പനി അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ വേറെയാണ്, നമ്മൾ സ്റ്റാർട്ട് ചെയ്താലും നമ്മളെല്ലാം മെമ്പേഴ്സായി, നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ആരായി, നമ്മളെല്ലാവരും മെമ്പേഴ്സായില്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള മെമ്പേഴ്സും അതുപോലെ ആ കമ്പനി, ഇപ്പോൾ നമ്മളെല്ലാവരും കൂടി ചേർന്നിട്ട് BC2 അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സിൻ്റെ B2 എന്ന് പറയുന്ന ക്ലാസ്സിൻ്റെ ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്തു. BC2 ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി നമ്മളെല്ലാവരും കൂടി ചേർന്നിട്ട് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ നമ്മുടെ BC2 ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി സെപ്പറേറ്റ് ആണ്. ആ മെമ്പേഴ്സിൽ നിന്നുകൊണ്ട് മെമ്പേഴ്സായിട്ടുള്ള നമ്മളും സെപ്പറേറ്റഡ് ആണ്. രണ്ട് എൻറ്റിറ്റി ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. ഓക്കെ, അതുകൊണ്ടാണ് നമ്മളതിനെ കമ്പനി സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി എന്ന് പറയുന്നത്. കമ്പനി എന്തിനു വേണ്ടിയിട്ടാണ്? ബിസിനസ് റൺ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ബിസിനസ് സ്ഥാപനം അല്ലെങ്കിൽ ബിസിനസ് ആക്ടിവിറ്റി റൺ ചെയ്യുന്നത് കമ്പനിക്ക് റൺ ചെയ്യാം. പല ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷനാണുള്ള കമ്പനി എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇങ്ങനെ ഈ കമ്പനീൻ്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ടുകൾ വേണം അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള ഫണ്ടുകളൊക്കെ എങ്ങനെ കളക്ട് ചെയ്യുക? ഷെയർ ഹോൾഡേഴ്സ്, മെമ്പേഴ്സ് എന്ത് ചെയ്യും? കോൺട്രിബ്യൂട്ട് ചെയ്യും. ഈ മെമ്പേഴ്സ് എല്ലാം കൂടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടാണ് കമ്പനീൻ്റെ പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള ക്യാപിറ്റൽ കണ്ടെത്തുന്നത്. അപ്പോൾ ഈ മെമ്പേഴ്സിന് നമുക്ക് എന്ത് പറയാം? അതിൽ ഷെയർസ് വാങ്ങിക്കും അവരെ നമുക്ക് ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയാം. കമ്പനിക്കൊരു കോമൺ സീൽ ഉണ്ടാവും മക്കളെ. പേഴ്സൺ അല്ലേ, നമ്മളൊക്കെ സൈൻ ചെയ്യില്ല, നമ്മളൊക്കെ ഒരു വ്യക്തിയല്ല, നമുക്കൊക്കെ സിഗ്നേച്ചർ ഉണ്ടല്ലോ, നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ. കമ്പനിക്ക് സൈൻ ചെയ്യാൻ കിട്ടുമോ? കമ്പനി ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്, ലോ പ്രകാരം ക്രിയേറ്റ് ചെയ്ത് വെച്ചിരുന്ന പേഴ്സൺ ആണ്. അപ്പോൾ കമ്പനീൻ്റെ കോമൺ സീലാണ്, കമ്പനീൻ്റെ സിഗ്നേച്ചർ. കമ്പനീനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഒക്കെ ഉണ്ടാവും. നമ്മൾ കേട്ടിട്ടുണ്ടാവും MD, ആ കമ്പനീൻ്റെ MD അല്ലേ, മാനേജിങ് ഡയറക്ടർ, മാനേജ്മെൻറ്റ് ടീം. അപ്പോൾ കമ്പനീനെ മാനേജ് ചെയ്യുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്, എക്സിക്യൂട്ടീവ്സ് ഒക്കെ അവിടെ ഉണ്ടാവും. ഓക്കെ, ഇപ്പോൾ കമ്പനിയിലെ ഷെയർസ് എന്ന് പറയുന്നത് നമുക്ക് ഫ്രീ ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി പറ്റുന്നു. ജോയിന്റ് സ്റ്റോക്ക് കമ്പനീൻ്റെ പ്രത്യേകത അതാണ്, ഫ്രീ ആയിട്ട് നമുക്ക് ഷെയർസ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കമ്പനിയിലൊക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ SBI, ദെൻ ബാങ്കിൻ്റെ കേസൊക്കെ നോക്കിയാൽ മക്കളെ SBI ഉണ്ട്. അതൊക്കെ എന്താ, സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് വന്നിട്ടുള്ള കമ്പനിയാണ്. അപ്പോൾ കമ്പനീസ് ആക്ട് പ്രകാരം കമ്പനീസ് എന്ത് ചെയ്യണം? രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, RBI, LIC ഇതൊക്കെ ഒരു ഫോം ഓഫ് കമ്പനിയാണ്, സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള കമ്പനീസാണ്. ക്ലിയർ ആയോ? അല്ലെങ്കിൽ പ്രൈവറ്റ് ലിമിറ്റഡിൽ മക്കൾ ഒരുപാട് പ്രൈവറ്റ് ആയിട്ടുള്ള കമ്പനീസ് ഉണ്ട് കേട്ടോ, നമ്മൾ കേട്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ പബ്ലിക് കമ്പനീസും ഉണ്ട്. സോ കമ്പനി എന്ന് പറയുന്നത് ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ക്രിയേറ്റഡ് ബൈ ലോ. ഓക്കെ, പർപ്പസ് എന്താണ്? ബിസിനസ് റൺ ചെയ്യും, കമ്പനീസ് ബിസിനസ് റൺ ചെയ്യുന്നു. അപ്പോൾ ബിസിനസ് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഒരു ബിസിനസ് ആക്ടിവിറ്റി കണ്ടക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വേണം മക്കളെ? ഫണ്ടുകൾ വേണ്ടേ? നമ്മളിപ്പോൾ സ്വന്തമായിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിക്കൂ, നമുക്ക് ഫണ്ടില്ലാതെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ? നെവർ. നമുക്ക് എന്തായാലും ഫണ്ടുകൾ ആവശ്യമാണ്. അപ്പോൾ ഈ ഫണ്ടുകളൊക്കെ എങ്ങനെ കണ്ടെത്തും? നമുക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രണ്ട്സിനോട് ചോദിക്കാം, നമ്മുടെ റിലേറ്റീവ്സ് ഉണ്ടാവും അല്ലേ, നമ്മുടെ ഫാമിലിയിൽ നിന്ന് നമുക്ക് ചോദിക്കാം. അപ്പോൾ നമുക്ക് ഒരുപാട് സോഴ്സ് ഇല്ല മക്കളെ, നമ്മുടെ സ്വന്തമായിട്ടുള്ള ഫണ്ട് നമ്മൾ ഇട്ടു. ബിസിനസ് എന്ന് പറയുന്നത് എക്കണോമിക് ആക്ടിവിറ്റി, ഒരുപാട് ഫണ്ടുകൾ വേണം. അത് ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ട് ഉള്ള ബെനിഫിറ്റിനായിക്കോട്ടെ, ഷോർട്ട് ടേം ആയിട്ടുള്ള ബെനിഫിറ്റ് ആയിക്കോട്ടെ, എല്ലാത്തിനും എന്ത് വേണം? ഫണ്ടുകൾ ആവശ്യമാണ്. ഇപ്പോൾ പുതിയ മെഷീനറി വാങ്ങിക്കാം,
വാങ്ങിക്കാൻ വേണ്ടിയിട്ട്, ലാൻഡ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്, പ്ലാന്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്, പ്രൊഡക്ഷൻ്റെ റോ മെറ്റീരിയൽസ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് എല്ലാത്തിനും നമുക്ക് ഫണ്ടുകൾ ആവശ്യമാണ് അല്ലേ. പല പർപ്പസും ഒരു ബിസിനസ് സ്ഥാപനം റൺ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഫണ്ടുകളൊക്കെ നമ്മുടെ കയ്യിൽ ആവശ്യമാണ്. നമ്മുടെ കേസ് അങ്ങനെ നമുക്ക് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ചോദിക്കാം, കടമൊക്കെ എടുത്തിട്ട് ഡെപ്റ്റൊക്കെ എടുത്തിട്ട് വാങ്ങിക്കാം. കമ്പനിക്ക് ഫ്രണ്ട്സ് ഉണ്ടോ? ആർട്ടിഫിഷ്യൽ പേഴ്സൺ അല്ലേ, കമ്പനി അവിടെ പോയിട്ട് ചോദിക്കുക മക്കളെ. കമ്പനിക്ക് ഫണ്ടുകൾ, കമ്പനീൻ്റെ ബിസിനസ് റൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫണ്ടുകൾ കിട്ടുന്നത് അതിൻ്റെ മെമ്പേഴ്സിൽ നിന്നുകൊണ്ടാണ്, ഷെയർ ഹോൾഡേഴ്സിൻ്റെ കയ്യിൽ നിന്നുകൊണ്ടാണ്. കമ്പനി ഷെയർസ് ഇഷ്യൂ ചെയ്യും. ഓക്കെ, ഒരുപാട് ലീഗൽ ഫോർമാലിറ്റീസ് ഉണ്ട് കേട്ടോ കമ്പനിയൊക്കെ തുടങ്ങുന്നതിലേ. ഇപ്പം നമ്മൾ ജസ്റ്റ് എന്താണെന്ന് മാത്രമേ നോക്കുന്നുള്ളൂ. അപ്പോൾ കമ്പനിയിൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനി എന്ത് ചെയ്യും? ഷെയർസ് പബ്ലിക്കിലേക്ക്, നമ്മളെ പോലെയുള്ള പബ്ലിക്കിലേക്ക് ഷെയർസ് ഇഷ്യൂ ചെയ്യും. ഓക്കെ, അതിപ്പോൾ ഇക്വിറ്റി ഷെയർസ് ആയിട്ടാവാം, അല്ലെങ്കിൽ പ്രിഫറൻസ് ഷെയർസ് ആവാം. ഓക്കെ, എനി ഫോം ഓഫ്, അതെല്ലാം എന്താണ്? ഓണർഷിപ്പ് സെക്യൂരിറ്റീസ് ആണ്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ കമ്പനി നമ്മുടെയിലേക്ക് പബ്ലിക്കിലേക്ക് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നു. പബ്ലിക് എന്ത് ചെയ്യുന്നു? ആ ഷെയർസ് വാങ്ങിക്കുന്നു, കമ്പനിക്ക് പൈസ കൊടുക്കുന്നു. അപ്പോൾ കമ്പനീൻ്റെ പ്രവർത്തനം ആവശ്യമായിട്ടുള്ള ഫണ്ട് കിട്ടിയില്ലേ? അപ്പോൾ കമ്പനിക്ക് ലോങ് ടേം, ദീർഘകാലത്തിലേക്ക് ഫണ്ടുകൾ ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഷെയർസ് ഒക്കെയാണ് കമ്പനി ഇഷ്യൂ ചെയ്യുക. മെയിനായിട്ട് കമ്പനി പബ്ലിക്കിലേക്ക് ഷെയർസ് ഇഷ്യൂ ചെയ്യും. അപ്പോൾ ഷെയർ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ കമ്പനീൻ്റെ ഷെയർ ഹോൾഡറായി, നമ്മൾ കമ്പനിയിലൊരു മെമ്പറായി, നമുക്ക് അവിടെ കമ്പനിയിൽ ഓണർഷിപ്പ് ഉണ്ട്. ഓക്കെ, ഈ ഷെയർസ് നമുക്ക് വേണമെങ്കിൽ മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ ജോയിന്റ് സ്റ്റോക്ക് കമ്പനീൻ്റെ ഫീച്ചർ എന്ന് പറയുന്നതും അത് തന്നെയാണ്. മെയിൻ കീ ഫീച്ചർ എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് മക്കളെ. ക്ലിയർ ആയോ? സോ അപ്പോൾ കമ്പനിക്ക് ഇങ്ങനെ ഷെയർസ് ഇഷ്യൂ ചെയ്തുകൊണ്ട് ഫണ്ടുകൾ റൈസ് ചെയ്യാം. ഇനി അതല്ലെങ്കിലോ കമ്പനിക്ക് അവരുടെ പ്രവർത്തനത്തിന്, ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള ഫണ്ടുകൾ ബാങ്കുകളിൽ നിന്നുകൊണ്ട് ലോൺ എടുക്കാം. അപ്പോൾ നമ്മളൊക്കെ ലോൺ എടുക്കില്ലേ, അതേപോലെ ബാങ്കിൽ നിന്നുകൊണ്ട് കമ്പനീസ് ലോൺ എടുക്കാറുണ്ട്. ബാങ്കിൽ ഓവർ ഡ്രാഫ്റ്റ് എടുക്കാറുണ്ട്. അതുപോലെ തന്നെ ക്യാഷ് ക്രെഡിറ്റ് പോലെയുള്ള പലതരം ഫോമുകളും കമ്പനീസ് എടുക്കാറുണ്ട്. ദെൻ ഇത് കൂടാതെ ഡിഫറെൻറ്റ് ഫോംസ് ഉണ്ട് മക്കളെ, പല വഴികൾ. നമ്മളൊക്കെ ഇപ്പോൾ ഫണ്ടുകൾ, നമ്മുടെ പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള ഫണ്ടുകൾ റേസ് ചെയ്യുന്നത് പോലെ കമ്പനിക്കും ഡിഫറെൻറ്റ് ഫോമിൽ ഈ പലതരം ഫണ്ടുകൾ അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെ കമ്പനിക്ക് ഫണ്ട് റേസ് ചെയ്യാൻ, കമ്പനിൻ്റെ ഫണ്ട് എന്ന് പറയുന്ന സമയത്ത് തന്നെ മണി, ക്യാഷ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള ഫണ്ടുകൾ റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനി ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് അല്ലെങ്കിൽ ഒരു വേ ആണ് ബേസിക്കലി ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത്. കടപ്പത്രം കേട്ടിട്ടുണ്ടോ നിങ്ങൾ? കടപ്പത്രം പലപ്പോഴും പേപ്പറിലൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും, ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുന്ന, കടപ്പത്രങ്ങൾ ഇഷ്യൂ ചെയ്യുന്നുള്ളത്. അപ്പോൾ കമ്പനിക്ക് ഒരു ഫണ്ട് അല്ലേ, പുറത്തു നിന്നുകൊണ്ട്, പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്നുകൊണ്ട് ഫണ്ട് വാങ്ങിക്കാനുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് ബേസിക്കലി, ഒരു ഉപാധി അല്ലെങ്കിൽ ഒരു വേ, വഴി എന്നൊക്കെ നമുക്ക് പറയാം. ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് ബേസിക്കലി ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഡിബഞ്ചർ കമ്പനി എങ്ങനെയാണ് ഇഷ്യൂ നടത്തുന്നത് അല്ലേ? എങ്ങനെയാണ് കമ്പനി ഇഷ്യൂ നടത്തുക? അതിൻ്റെ ജേർണൽ എൻട്രീസ് എന്തൊക്കെയാണ്? അതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള ആസ്പെക്റ്റുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമുക്ക് തേർഡ് ചാപ്റ്റർ കമ്പനി അക്കൗണ്ട്സ് ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സിൽ പഠിക്കാനുള്ളത്. സോ വാട്ട് ഇസ് എ ഡിബഞ്ചർ? അപ്പോൾ എന്താണ് ഒരു ഡിബഞ്ചർ എന്ന് പറയാം മക്കളെ? ആദ്യം തന്നെ ഒരു കാര്യം, ഈ ഡിബഞ്ചർ എന്ന ടേം കേൾക്കുമ്പോൾ തന്നെ എൻ്റെ മക്കളുടെ മനസ്സിലേക്ക് വരേണ്ടത് ഡെപ്റ്റ്, കടം, ലോൺ എടുത്തിട്ടുള്ള എമൗണ്ട്. ഓക്കെ, ലോണിനെയാണ് ഡിബഞ്ചർ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇപ്പം നമ്മളൊക്കെ ബാങ്കിൽ പോയിട്ട് ലോൺ എടുക്കാറില്ല മക്കളെ. നമ്മുടെ ഭാഗത്ത് ചിന്തിച്ച് നോക്കിയേ, നമ്മൾ കടം എടുത്തിരിക്കുകയല്ലേ. ലോൺ എന്ന് പറയുന്നത് നമുക്ക് ഡെപ്റ്റ് ആണ് അല്ലേ, നമുക്ക് ബാങ്കിന് തിരിച്ചു കൊടുക്കണം, റൈറ്റ്? നമുക്ക് ഇൻട്രസ്റ്റ് അടയ്ക്കണം. ഒരു ഫിക്സഡ് പെർസെൻറ്റേജ് ഇൻട്രസ്റ്റ് ഉണ്ടാവും, ആ ഇൻട്രസ്റ്റ് ബാങ്കിലേക്ക് അടയ്ക്കണ്ടേ. ദെൻ ഒരു സമയം കഴിയുമ്പോൾ, ഒരു ഫിക്സഡ് പീരീഡ് കഴിയുന്ന സമയത്ത്, നിശ്ചിത കാലയളവ് കഴിയുമ്പോൾ ബാങ്കിലേക്ക് നമ്മളത് എത്രയാണോ എമൗണ്ട്, ഇപ്പോൾ 10 ലക്ഷം രൂപ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ 10 ലക്ഷം രൂപ നമ്മൾ എന്ത് ചെയ്യണം? ബാങ്കിലേക്ക് തിരിച്ചടയ്ക്കണം. പ്രിൻസിപ്പാൾ എമൗണ്ട് നമ്മളതിന് പറയും. ആ എമൗണ്ട് നമ്മൾ തിരിച്ചടയ്ക്കണ്ടേ? അപ്പോൾ ഈ നമ്മൾ എങ്ങനെയാണോ ഒരു ലോൺ നമ്മൾ എടുക്കുന്നത്, അതേപോലെ കമ്പനീൻ്റെ ഒരു ലോണിനെ അല്ലെങ്കിൽ ഒരു ഡെപ്റ്റിനെയാണ്, കമ്പനി എടുക്കുന്ന ഒരു ലോണിനെ അല്ലെങ്കിൽ ഒരു ഡെപ്റ്റിനെയാണ് ഡിബഞ്ചർ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഡിബഞ്ചർ എന്ന് കേട്ടാൽ തന്നെ ആദ്യം എന്തെൻ്റെ മക്കൾക്ക് ഓർമ്മ വരണം? ഡെപ്റ്റ് അല്ലെങ്കിൽ ലോൺ എമൗണ്ട്, കടം എടുത്തിട്ടുള്ള എമൗണ്ടാണ്. ഡിബഞ്ചർ എന്ന് പറയുമ്പോൾ തന്നെ കടം എടുത്തിട്ടുള്ള എമൗണ്ടിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇപ്പോൾ ഇങ്ങനെയുള്ള കമ്പനീസ്, വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള കമ്പനീസ്, അതിൻ്റെ ഫണ്ട്സ് ആവശ്യമായിട്ട് വരുമ്പോൾ പബ്ലിക്കിലേക്ക് ഡിബഞ്ചേഴ്സ് ഇഷ്യൂ നടത്തും. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു കമ്പനിക്ക്, ഇപ്പോൾ ABC ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനിക്ക് ഒരു 10 ലക്ഷം രൂപ ആവശ്യമാണെന്ന് വിചാരിക്കും മക്കളെ. അവർക്കൊരു 10 ലക്ഷം രൂപ ആവശ്യമാണ്. എത്ര ലക്ഷം? 10 ലക്ഷം. അപ്പോൾ ഈ ഫണ്ട് അവർ എവിടെ നിന്ന് കണ്ടെത്തുന്നുള്ള ആകെ കൺഫ്യൂഷനും. അവരെന്ത് ചെയ്യുന്നു? ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നു, പബ്ലിക്കിലേക്ക് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം അവർ ആ
10 ലക്ഷം രൂപയില്ല മക്കളെ, ആ 10 lakh റുപ്പീസിനെ ശ്രദ്ധിക്കണേ, 10 ലക്ഷം. ഓക്കെ, ആ 10 lakh റുപ്പീസിനെ പലതായിട്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ, ഇപ്പോൾ 10 lakh അല്ലേ മൊത്തം വേണ്ടത്, കമ്പനിക്ക് 10 ലക്ഷം രൂപ ആവശ്യമാണ് അല്ലേ. അപ്പോൾ ഇതിനെന്ത് ചെയ്യും കമ്പനി, പല ഭാഗങ്ങളായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 1 ലക്ഷം രൂപയായിട്ട് ഇതിന് സ്പ്ലിറ്റ് ചെയ്യുന്നു. അപ്പോൾ 1 ലക്ഷം രൂപയായിട്ട് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എത്ര ആക്കണം, 10 യൂണിറ്റുകളാക്കേണ്ട മക്കളെ. നോക്കിയാൽ നല്ല 10 ലക്ഷം ആവുള്ളൂ. അപ്പോൾ ആദ്യത്തെ ഒരു യൂണിറ്റിൽ 1 ലക്ഷം, രണ്ടാമത്തെ യൂണിറ്റിൽ പിന്നെ 1 ലക്ഷം, മൂന്നാമത്തെ 1 ലക്ഷം, അങ്ങനെ 10 യൂണിറ്റുകളാക്കുന്നു. ഓരോന്നിലും ഓരോരോ ലക്ഷം വീതം. അപ്പോൾ ടോട്ടൽ കൂട്ടുമ്പോൾ എത്രയായി, 10 ലക്ഷമായില്ലേ. ഓക്കെ, അപ്പോൾ ഇതൊരു എക്സാമ്പിൾ മാത്രം. ഇനി അല്ലെങ്കിൽ കമ്പനിക്ക് എന്ത് ചെയ്യാം, 5 ലക്ഷം 5 ലക്ഷമായിട്ട് 2 ഡിവൈഡ് ചെയ്യും. അതൊക്കെ കമ്പനീൻ്റെ ഇഷ്ടമാണ് കേട്ടോ മക്കളെ. അപ്പോൾ ഇങ്ങനെ കമ്പനി എന്ത് ചെയ്യുന്നു, ആദ്യം ഈ 10 ലക്ഷത്തിനെ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് വെക്കും. ഓക്കെ, എന്നിട്ട് കമ്പനി ഒരു സർട്ടിഫിക്കറ്റ് തയ്യാറാക്കും, ഒരു ഡോക്യുമെൻറ്റ്, ഒരു റിട്ടൺ ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ കയ്യിലൊക്കെ പലതരം റെസിപ്റ്റ് ഒക്കെ കിട്ടില്ല മക്കളെ. നിങ്ങൾ റെസിപ്റ്റ് കണ്ടിട്ടില്ലേ, നിങ്ങൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റിൻ്റെ റെസിപ്റ്റ് കിട്ടും, RD എടുത്തു കഴിഞ്ഞാൽ RD റെസിപ്റ്റ് കിട്ടും. ഫോർ എക്സാമ്പിൾ ബാങ്കിൻ്റെ കേസിലൊക്കെ ചിന്തിക്കുമ്പോൾ അല്ലാത്ത റെസിപ്റ്റുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്, പേയ്മെൻറ്റിൻ്റെ ഒരു റെസിപ്റ്റ് കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ കമ്പനി എന്ത് ചെയ്യുന്നു വെച്ചാൽ ഒരു റെസിപ്റ്റ്, അതായത് ഒരു ഡോക്യുമെൻറ്റ്, ഓക്കെ, ഡോക്യുമെൻറ്റ്, ഒരു റിട്ടൺ ഡോക്യുമെൻറ്റ് തയ്യാറാക്കും, ഒരു സർട്ടിഫിക്കറ്റ് തയ്യാറാക്കും. ഓക്കെ, ഒരു സർട്ടിഫിക്കറ്റ്, ഒരു എക്സാമ്പിൾ മാത്രമേ വരയ്ക്കുകയാണ്. ഒരു സർട്ടിഫിക്കറ്റ് കമ്പനി എന്ത് ചെയ്യുന്നു, തയ്യാറാക്കുന്നു. ഓക്കെ, ദെൻ ഈ തയ്യാറാക്കിയിരിക്കുന്ന സർട്ടിഫിക്കറ്റിൽ ഓരോ സർട്ടിഫിക്കറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്, ഇതിനൊരു വാല്യൂ ഉണ്ട്, ഈ സർട്ടിഫിക്കറ്റിന് ഒരു വാല്യൂ ഉണ്ട്. ഇപ്പോൾ നമ്മൾ 10 ആക്കിയല്ലേ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ വാല്യൂ 1 ലക്ഷം, ദെൻ അടുത്ത സർട്ടിഫിക്കറ്റിൻ്റെ വാല്യൂ വീണ്ടും 1 ലക്ഷം, അങ്ങനെ 10 സർട്ടിഫിക്കറ്റുകൾ എന്ത് ചെയ്യുന്നു, കമ്പനി ഉണ്ടാക്കുന്നു. അപ്പോൾ ഓരോ സർട്ടിഫിക്കറ്റിന് വില എത്രയാണ് മക്കളെ, 1 ലക്ഷം രൂപ. ഓക്കെ, എന്നിട്ട് ഈ സർട്ടിഫിക്കറ്റിൻ്റെ ഉള്ളിൽ കമ്പനീൻ്റെ പേരുണ്ടാവും, കമ്പനീൻ്റെ സീലുണ്ടാവും. അതുപോലെ തന്നെ ഈ സർട്ടിഫിക്കറ്റിൻ്റെ ഉള്ളിൽ ഈ ഡിബഞ്ചർ എത്ര രൂപയുടെ ഡിബഞ്ചറാണ്, ഈ ഡിബഞ്ചറിൻ്റെ ഇൻട്രസ്റ്റ് എത്രയാണ്, ഓക്കെ, ഇത് എത്ര രൂപയാണ് ഇതിൻ്റെ വില, അതിൻ്റെ ഇൻട്രസ്റ്റ് എത്രയാണ്, എപ്പോഴാണ് ഇത് തിരിച്ചു കൊടുക്കുക, ഇങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും ഉണ്ടാവും. ഓക്കെ, എല്ലാ ഡീറ്റെയിൽസും ഇതിലുണ്ടാവും. എന്നിട്ട് ഈ സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യുന്നു, കമ്പനി പബ്ലിക്കിലേക്ക് ഇഷ്യൂ നടത്തുന്നു. നമ്മളെപ്പോലുള്ള കോമൺ പബ്ലിക്കില്ലേ, സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴിയൊക്കെ നമ്മളെപ്പോലുള്ള കോമൺ പബ്ലിക്കിലേക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റിനെ ഇഷ്യൂ നടത്തുന്നു. അപ്പോൾ ഈ സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യണം, 1 ലക്ഷം രൂപ വിലയുള്ള 10 സർട്ടിഫിക്കറ്റ് ആണല്ലോ ഇഷ്യൂ നടത്തുന്നത്. അപ്പോഴേ കമ്പനിക്ക് 10 ലക്ഷം കിട്ടുള്ളൂ പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്നുകൊണ്ട്. അപ്പോൾ ഇങ്ങനെ കമ്പനി ആ 1 ലക്ഷം രൂപ അങ്ങനെ ഓരോ സർട്ടിഫിക്കറ്റുകളും സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴി ഇഷ്യൂ ചെയ്യുകയും അത് പബ്ലിക്ക് വാങ്ങിക്കുന്നു. പബ്ലിക്ക് ഈ 1 ലക്ഷം രൂപേൻ്റെ സർട്ടിഫിക്കറ്റ്, ഫോർ എക്സാമ്പിൾ നമ്മളാണ് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ കമ്പനിയിൽ നിന്ന് ഈ 1 ലക്ഷം രൂപയുടെ സർട്ടിഫിക്കറ്റ് നമ്മൾ വാങ്ങിച്ചിട്ട് കമ്പനിക്ക് എന്ത് ചെയ്യുന്നു മക്കളെ, 1 lakh റുപ്പീസ് കൊടുക്കുന്നു. അപ്പോൾ കമ്പനിക്ക് എന്തായി, ലോൺ അല്ലേ, എമൗണ്ട് കിട്ടിയില്ലേ, പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്നുകൊണ്ട് എമൗണ്ട് കിട്ടി. അപ്പോൾ പബ്ലിക്കിൽ നിന്ന് കമ്പനി എന്താ ചെയ്യുന്നത്, കടമെടുക്കുകയാണ്. ഓക്കെ, ഈ ഒരു ഡോക്യുമെൻ്റ് ഇഷ്യൂ ചെയ്തിട്ട് പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്നുകൊണ്ട് കടമെടുക്കുന്നു. അപ്പോൾ നമ്മൾ ഈ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ കമ്പനിക്ക് നമ്മൾ എന്ത് ചെയ്യണം, 1 ലക്ഷം രൂപ നമ്മൾ കൊടുക്കണം. ഓക്കെ, ദെൻ കമ്പനി നമുക്ക് എന്ത് ചെയ്ത് തരും, ഇൻട്രസ്റ്റ് തരും. ഈ ഡോക്യുമെൻറ്റിൽ പറഞ്ഞിരിക്കുന്ന ഇൻട്രസ്റ്റ് നമുക്ക് തരും. ആ ഡോക്യുമെൻറ്റിൽ പറഞ്ഞ പ്രകാരം എപ്പോഴാണോ ഇത് തിരിച്ചടക്കേണ്ടത് ആ സമയത്ത് കമ്പനി എന്ത് ചെയ്യും, നമുക്ക് ആ എമൗണ്ട് തിരിച്ചും തരും. ഓക്കെ, ക്ലിയർ ആയ മക്കളെ. അപ്പോൾ ആ ഒരു ഡോക്യുമെൻറ്റിനെയാണ് നമ്മൾ ഡിബഞ്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു സർട്ടിഫിക്കറ്റ്, ഈ ഒരു ഡോക്യുമെൻറ്റിന് നമുക്ക് ഡിബഞ്ചർ എന്ന് പറയാം. ക്ലിയർ ആയോ? ഇതാണ് എക്സാമ്പിൾ. റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡിൻ്റെ ഒരു ഡിബഞ്ചറാണ് നിങ്ങളിവിടെ കാണുന്നത്. എക്സാമ്പിൾ ഇതിലേക്ക് ഒന്നും കൂടി നമുക്ക് വരാം കേട്ടോ. ഇത് വേറൊരു എക്സാമ്പിളാണ് ഡിബഞ്ചർ സർട്ടിഫിക്കറ്റ്. അപ്പോൾ ഡിബഞ്ചർ എന്ന് പറയും, ഇപ്പോൾ എന്ത് മനസ്സിലായി കുട്ടികൾക്ക്, ഡിബഞ്ചർ എന്ന് പറയുന്നത് കമ്പനിയുടെ ലോൺ എമൗണ്ട് ആണ്. കമ്പനി പബ്ലിക്കിൽ നിന്നുകൊണ്ട് എടുക്കുന്ന ലോൺ എമൗണ്ടിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. കമ്പനി കടമെടുക്കുന്നു അല്ലേ, പുറത്തു നിന്നുകൊണ്ട് പബ്ലിക്കിൻ്റെ നിന്ന് കടം വാങ്ങിക്കുന്നതാണ് ഡിബഞ്ചർ. അതിന് വേണ്ടിയിട്ട് ഇഷ്യൂ ചെയ്യുന്ന ഒരു സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് ഡിബഞ്ചർ എന്ന് പറയാം. ഓക്കെ, ഇനി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, ഡിബഞ്ചർ ഈസ് ആൻ ഇൻസ്ട്രുമെൻ്റ് ഓഫ് അക്നോളജ്മെൻറ്റ് ഓഫ് ഡെപ്റ്റ്. ഇപ്പം ഡെപ്റ്റ് പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്നുകൊണ്ട് ഡെപ്റ്റ് വാങ്ങിക്കാനുള്ളൊരു ഇൻസ്ട്രുമെൻ്റ് അല്ലേ, ഒരു ഉപാധി. ഇൻസ്ട്രുമെൻ്റ് എന്ന സർട്ടിഫിക്കറ്റ് ഡിബഞ്ചർ എന്ന് പറഞ്ഞ ഒരു ഇൻസ്ട്രുമെൻ്റ് അല്ലേ മക്കളെ, ഒരു വേ അല്ലേ, ഒരു ഉപാധി എന്നൊക്കെ നമുക്ക് പറയാം അല്ലേ. ഈ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നു, എന്നിട്ട് പബ്ലിക്കിൽ നിന്ന് കടം വാങ്ങിക്കുന്നു. ഓക്കെ, അപ്പോൾ അക്നോളജ്മെൻറ്റ്, റെസിപ്റ്റ് എന്നാണ് കേട്ടോ മീനിങ്. അപ്പോൾ ഡെപ്റ്റിൻ്റെ റെസിപ്റ്റ്, അതിൻ്റെ ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ആൻ അക്നോളജ്മെൻറ്റ് ഓഫ് ഡെപ്റ്റ് ഇഷ്യൂഡ് ബൈ എ കമ്പനി അണ്ടർ കോമൺ സീൽ. കമ്പനിയുടെ കോമൺ സീൽ വെച്ചുകൊണ്ട് കമ്പനീൻ്റെ സിഗ്നേച്ചർ, നമ്മൾ സൈൻ ചെയ്യുന്നത് പോലെ കമ്പനീൻ്റെ സിഗ്നേച്ചറാണ്
സീൽ എന്ന് പറയുന്നത്. അപ്പോൾ കമ്പനീൻ്റെ സീൽ വെച്ചിട്ട് പബ്ലിക്കിലേക്ക് ഇഷ്യൂ നടത്തുന്നു, അല്ലെ, ഡിബഞ്ചേഴ്സ് ഇഷ്യൂ നടത്തുന്നു. എന്നിട്ട് പബ്ലിക്കിൽ നിന്നുകൊണ്ട് ഡെപ്റ്റ് വാങ്ങിക്കാനുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് ഡിബഞ്ചേഴ്സ് എന്ന് പറയാം. സോ ഡിബഞ്ചർ റെപ്രസെൻറ്റ് ലോൺ ഓർ ബോറോഡ് ക്യാപിറ്റൽ ഓഫ് എ കമ്പനി. കമ്പനിയുടെ ബോറോവഡ് ക്യാപിറ്റൽ, ബോറോ ചെയ്യാന്ന് പറഞ്ഞാൽ കടമെടുക്കുക, പബ്ലിക്കിൽ നിന്നുകൊണ്ട് കടമെടുത്തിട്ടുള്ള ക്യാപിറ്റലിനെയാണ് കാണിക്കുന്നത്. കമ്പനിക്ക് ക്യാപിറ്റൽ വേണം, ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തിട്ട് ക്യാപിറ്റൽ റേസ് ചെയ്യാം. പബ്ലിക്കിലേക്ക് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നു, പബ്ലിക് അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, ദെൻ ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുന്നു, ഇൻവെസ്റ്റ് ചെയ്താൽ പബ്ലിക് ഇൻവെസ്റ്റ് ചെയ്താൽ അതിൽ കമ്പനിക്ക് പൈസ കിട്ടുകയാണ്. ഓക്കെ, സോ ഇറ്റ് ഈസ് എ കോമൺ ടു പുട്ട് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഇനി കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഈ ഡിബഞ്ചറിൻ്റെ ഉള്ളിൽ ആ പബ്ലിക്കിന് ആരാണോ ഇത് വാങ്ങിച്ചിരിക്കുന്നത്, ഡിബഞ്ചർ വാങ്ങിച്ചിരിക്കുന്നത്, അവർക്ക് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റും കൂടി ആ ഡിബഞ്ചറിൽ ഉണ്ടാവും. അപ്പോൾ 8% ഇൻട്രസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ 8% ഇൻട്രസ്റ്റ്. ഓക്കെ, 10% ഇൻട്രസ്റ്റ് ആണെങ്കിൽ 10% ഇൻട്രസ്റ്റ്. പബ്ലിക്കിന് കടം വാങ്ങിക്കല്ലേ, പബ്ലിക്കിന് എന്ത് ചെയ്യണം, ആരാണത് വാങ്ങിച്ചിരിക്കുന്നത് അവർക്ക് കമ്പനി ഇൻട്രസ്റ്റ് കൊടുക്കണം. റൈറ്റ്, ഇപ്പം നമ്മളെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കമ്പനി ഇൻട്രസ്റ്റ് ചെയ്യും. ആരാണോ ഈ ഡിബഞ്ചർ വാങ്ങിക്കുന്നത് അവരെ നമ്മൾ ഡിബഞ്ചർ ഹോൾഡേഴ്സ് എന്ന് പറയാം. ഇപ്പോൾ ഞാൻ ഡിബഞ്ചർ വാങ്ങിച്ചു കഴിഞ്ഞാൽ, കമ്പനി ഡിബഞ്ചറിനെ പർച്ചേസ് ചെയ്താൽ ഞാൻ കമ്പനീൻ്റെ ഡിബഞ്ചർ ഹോൾഡറായി. എൻ്റെ മക്കളാണ് വാങ്ങിക്കുന്നതെങ്കിൽ നിങ്ങളായിരിക്കും ഡിബഞ്ചർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അങ്ങനെ ആ ഡിബഞ്ചറിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റും കൂടി ഡിബഞ്ചറിൽ സർട്ടിഫിക്കറ്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഇൻട്രസ്റ്റും കൂടി കൊടുക്കുന്ന സമയത്ത് തന്നെ ഇൻട്രസ്റ്റ് ചേർത്തിട്ടാണ് നമ്മൾ ഡിബഞ്ചേഴ്സിനെ പറയാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 10% ഡിബഞ്ചേഴ്സ് ആണെങ്കിൽ 10% ഇൻട്രസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ 10% ഡിബഞ്ചേഴ്സ് എന്ന് പറയും. ടെക്നിക്കൽ ടേമാണ്, മറന്നു പോകരുത്. 8% ഇൻട്രസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ 8% ഡിബഞ്ചേഴ്സ്. ലോൺ എടുത്തിരിക്കുകയല്ല, ഇൻട്രസ്റ്റ് കൊടുക്കണ്ടേ, പലിശ കൊടുക്കണ്ടേ, ആർക്കാണോ അതിൻ്റെ എന്നാണ് ലോൺ എടുത്തിരിക്കുന്നത് അവർക്ക് പലിശ കൊടുക്കണ്ടേ. നമ്മുടെ നിന്നൊക്കെ ലോൺ എടുക്കുന്നു ഡിബഞ്ചറിലൂടെ കമ്പനി. അപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യണം, ഇൻട്രസ്റ്റ് തരണവർ. അപ്പോൾ അതിന് നമ്മൾ എന്ത് പറയും, ഇൻട്രസ്റ്റും കൂടി ചേർത്തിട്ട് 10% ഡിബഞ്ചേഴ്സ്, 8% ഡിബഞ്ചേഴ്സ് എന്ന് പറയും. ഈ ഇൻട്രസ്റ്റിനെ മക്കളെ നമ്മൾ വിളിക്കുന്ന പേരാണ് കൂപ്പൺ റേറ്റ്. ഓക്കെ, ഈ ഇൻട്രസ്റ്റിനെ വിളിക്കുന്ന പേരാണ്, അതാ കാണണ്ട നിങ്ങൾ, ഇൻട്രസ്റ്റിനെ വിളിക്കുന്ന പേരാണ് കൂപ്പൺ റേറ്റ് എന്നുള്ളത്. ക്ലിയർ ആയില്ലേ, ഡൗട്ടില്ലല്ലോ. അപ്പോൾ ഇൻട്രസ്റ്റും കൂടി മെൻഷൻ ചെയ്തിട്ടുണ്ടാകും ആ ഡിബഞ്ചറിൽ. അതുപോലെ തന്നെ അത് എപ്പോഴാണ് റീപേയ്മെൻറ്റ് ചെയ്യുക, ഏത് വർഷത്തിലാണ് ഇത് തിരിച്ചടയ്ക്കുക എന്നും കൂടി കമ്പനി അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാകും. ഓക്കെ മക്കളെ, പിന്നെ മക്കളെ ഇവിടെ ശ്രദ്ധിക്കാനുള്ള, ഡിബഞ്ചറിൽ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മളെപ്പോഴും ലോൺ, നമ്മളിപ്പോൾ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സെക്യൂരിറ്റി വെക്കണ്ടേ, എന്നാലേ നമുക്ക് ലോൺ കിട്ടുള്ളൂ. അതേപോലെ തന്നെ കമ്പനി നമ്മുടെ നിന്നാണ് ലോൺ എടുക്കുന്നത് ഡിബഞ്ചറിലൂടെ. അപ്പോൾ കമ്പനി എന്ത് ചെയ്യും, അത് സെക്യൂരിറ്റീസ് വെക്കും. ആ ഡിബഞ്ചറിൻ്റെ ഒപ്പം സെക്യൂരിറ്റീസും കൂടി മെൻഷൻ ചെയ്തിട്ടുണ്ടാകും. ഓക്കെ, സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ ആ ഒരു കമ്പനീൻ്റെ പലതരം അസറ്റ് ആവാം, മെഷീനറീസ് ആവാം, പ്ലാന്റ് ആവാം, ഇതെല്ലാം സെക്യൂരിറ്റി വെച്ചുകൊണ്ടാണ്, അല്ലെ, ഇതെല്ലാം പ്ലെഡ്ജ് ചെയ്തിട്ട് സെക്യൂരിറ്റി ആയിട്ട് വെച്ചിട്ടാണ് ആ ഒരു ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുക. ഓക്കെ, അതും കൂടി ശ്രദ്ധിക്കണം കേട്ടോ. ക്ലിയർ ആയോ, ഡൗട്ടില്ലല്ലോ. അപ്പോൾ ഈ ഡിബഞ്ചർ എന്ന് പറയുന്ന ഈ ഒരു ടേം ഇല്ലേ, അത് വന്നിരിക്കുന്നത് ലാറ്റിൻ വേർഡായിട്ടുള്ള ഡിബർ എന്ന് പറയുന്ന ടേമിൽ നിന്നുകൊണ്ടാണ്. ഓക്കെ, അതിനർത്ഥം ടു ബോറോ എന്നുള്ളതാണ്, കടമെടുക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിബഞ്ചർ എന്ന് പറയുന്ന ടേം കേട്ടാൽ തന്നെ നമുക്ക് എന്തോ ഓർമ്മ വരണം, ഡെപ്റ്റ് ആണ്, ബോറോ ചെയ്തിട്ടുള്ള ഫണ്ടാണ്, ബോറോ ചെയ്തിട്ടുള്ള ക്യാപിറ്റലാണ്, കടമെടുത്തിട്ടുള്ള ക്യാപിറ്റലാണ്, ലോൺ ആണെന്നൊക്കെ നമുക്ക് പറയാം. അപ്പോൾ കമ്പനീൻ്റെ ക്രെഡിറ്റർമാരാണ് ഡിബഞ്ചർ ഹോൾഡേഴ്സ്. ഇപ്പം നമ്മൾ ഒരു ഡിബഞ്ചർ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ കമ്പനിക്ക് പൈസ കൊടുക്കല് ചെയ്യുക. അപ്പോൾ കമ്പനി നമുക്ക് വീണ്ടും തിരിച്ചു തരണ്ടേ. അപ്പോൾ കമ്പനീൻ്റെ ക്രെഡിറ്റേഴ്സ്, കമ്പനി പൈസ കൊടുക്കാനുള്ള വ്യക്തികളാണ്, പിന്നീട് കമ്പനി പൈസ കൊടുക്കാനുള്ള വ്യക്തികളാണ് ഡിബഞ്ചർ ഹോൾഡേഴ്സ്. കമ്പനീൻ്റെ ക്രെഡിറ്റേഴ്സും കൂടിയാണ് ഡിബഞ്ചർ ഹോൾഡേഴ്സ് എന്ന് പറയാം. ലോങ് ടേം ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഓക്കെ, പബ്ലിക്കിന് ലോങ് ടേം ഫണ്ടുകളൊക്കെ റേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നത്. ഓക്കെ, കമ്പനിക്ക് ലോങ് ടേം ഫണ്ട് വേണം, കുറേ കാലത്തിലേക്ക് ലോങ് ടേം ഫണ്ട് വേണം. ലോങ് ടേം ഫണ്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ റീപേയ്മെൻറ്റ് മക്കളെ കുറേ വർഷത്തിന് ശേഷമായിരിക്കും റീപേ ചെയ്ത് കിട്ടുക. അപ്പോൾ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തുകൊണ്ട് കമ്പനി റേസ് ചെയ്യുന്നു. അപ്പോൾ ഈ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ആരാണത് വാങ്ങിക്കുന്നത് അവർക്കൊരു ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കിട്ടും, പലിശ കിട്ടിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ ഡിബഞ്ചറിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ്. കമ്പനീൻ്റെ ഡിബഞ്ചറിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് ഫിക്സഡ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് കിട്ടിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ നമ്മൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടുന്നത് പോലെ, നമ്മളൊക്കെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടുന്ന പോലെ നമ്മൾ ഈ ഡിബഞ്ചറിൽ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടിക്കൊണ്ടേയിരിക്കും. ഒരു ഫിക്സഡ് പീരീഡ് കഴിയുമ്പോൾ അത് റീപേയ്മെൻറ്റ് ചെയ്ത് തരും. ഓക്കെ, ക്ലിയർ ആയോ, ഡൗട്ടില്ലല്ലോ. ദെൻ ഇതേപോലെ ഒരു ലോൺ എമൗണ്ടിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് ബോണ്ട് എന്ന് പറയാം മക്കളെ. ബോണ്ട് നമ്മൾ കുറേ കേട്ട ടേമാണല്ലേ ബോണ്ട്. അപ്പോൾ ഈ ബോണ്ടും അതുപോലെ തന്നെ ഈ ഒരു ഡിബഞ്ചറും പലരും സെയിം ആക്കാറുണ്ട്, പക്ഷെ അതിൻ്റേതായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട് കേട്ടോ മക്കളെ. ബോണ്ട് എന്ന് പറയുന്നത് സെക്യൂർഡ് ആണ്. ഓക്കെ, ബോണ്ട് എന്ന് പറയുന്നത് സെക്യൂർഡ് ആണ് ബിക്കോസ് ഈ ബോണ്ടുകൾ ഇഷ്യൂ നടത്തുന്നത് ഗവൺമെൻറ് ഓർ സെമി ഗവൺമെൻറ് ഓർഗനൈസേഷനാണ്. ഈ ഇന്ത്യൻ്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലേ, ഈ ഇന്ത്യൻ്റെ കേസിലാണെങ്കിൽ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുന്നത് കൂടുതലായിട്ടും സെക്യൂർഡ് ആയിട്ടുള്ള കേസിലാണ്. അതൊക്കെ ഒരു ഇൻ്റർനാഷണൽ മാർക്കറ്റിലൊക്കെ വരുന്ന കാര്യങ്ങളും കൂടിയാണ് കുട്ടികളെ. അപ്പോൾ നമ്മൾ ടെക്നിക്കലി ആയിട്ട് അത് മനസ്സിലാക്കി വെക്കണം. സോ
ബോണ്ട് ജനറലി ഇഷ്യൂ ചെയ്യുന്നത് ഗവൺമെൻറ് ഓർ സെമി ഗവൺമെൻറ് ഓർഗനൈസേഷനാണ്. ഡിബഞ്ചർ പോലെ തന്നെ ബോണ്ടും ഡിബഞ്ചറിനെ പോലെ തന്നെയാണ്. ഡെപ്റ്റ് എമൗണ്ട് ആണ്, ഡെപ്റ്റിനെ കാണിക്കുന്ന എമൗണ്ട് ആണ്. പബ്ലിക്കിൽ നിന്നുകൊണ്ട് ലോൺ എടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ബോണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ബട്ട് ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യുന്നത് ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് ആവശ്യം വരുന്ന സമയത്ത് ഗവൺമെൻറ് ബോണ്ട് ഇഷ്യൂ ചെയ്യും. സെമി ഗവൺമെൻറ് ഓർഗനൈസേഷനൊക്കെ ബോണ്ട് ഇഷ്യൂ ചെയ്യും. സോ അവരത് ഡിബഞ്ചേഴ്സ് ഗവൺമെൻറ് അല്ലെങ്കിൽ സെമി ഗവൺമെൻറ് ഓർഗനൈസേഷൻ ഇഷ്യൂ ചെയ്താൽ അത് എന്തായി ബോണ്ടുകളായിട്ട് മാറി. അതാണ് ഡിബഞ്ചറും ബോണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, ക്ലിയർ ആയ മക്കളെ? സോ ദ ലൈക്വൈസ് ഡിബഞ്ചർ ബോണ്ട് is an acknowledgement of debt issued under the seal of a company. അപ്പോൾ കമ്പനീൻ്റെ സീലോട് കൂടിയിട്ട് ഇഷ്യൂ ചെയ്യുന്നത് തന്നെയാണ് ബോണ്ടുകൾ എന്ന് പറയുന്നത്. ഡിബഞ്ചറിനെ പോലെ തന്നെയാണ്, അക്നോളജ്മെന്റ് ഓഫ് ഡെപ്റ്റ് ആണ്. ഡെപ്റ്റിനെ കാണിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ്, ഒരു ഡോക്യുമെന്റ് ആണ് ബോണ്ട് എന്ന് പറയുന്നത്. പക്ഷേ അത് ഇഷ്യൂ ചെയ്യുന്നത് ഗവൺമെന്റ് ഓർഗനൈസേഷൻ ആയിരിക്കും. ഓക്കെ, ദെൻ മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ബോണ്ടിൽ ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് മുൻകൂട്ടി തീരുമാനിക്കില്ല. ഓക്കെ, ലോൺ എമൗണ്ട് ആണല്ലോ ബോണ്ട് എന്ന് പറയുന്നത്. അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഓൾറെഡി ഡിസൈഡ് ചെയ്യില്ല, പ്രീ ഡിറ്റർമിൻ ചെയ്യില്ല. ഓക്കെ, ഡിബഞ്ചറിലാണെങ്കിലോ ഓൾറെഡി പ്രീ ഡിറ്റർമിൻ ചെയ്യും. ഓക്കെ, കറക്റ്റായിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റും കൂടി ഫിക്സ് ചെയ്തിട്ടാണ് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുക. ബോണ്ടിൻ്റെ കേസിൽ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് നോട്ട് പ്രീ ഡിറ്റർമൈൻ, ഓൾറെഡി പ്രീ ഡിറ്റർമിൻ ചെയ്യില്ല. ക്ലിയർ ആയ മക്കളെ? സോ ബോണ്ട് എന്താണ്, ഡിബഞ്ചർ എന്താണെന്നുള്ളത്. ദെൻ വാട്ട് ഈസ് ചാർജ്? ഇതൊക്കെ ടേമുകളാണ് കേട്ടോ, അതൊക്കെ മനസ്സിലാക്കി വെക്കണം. അപ്പോൾ എന്താണ് ചാർജ് എന്ന് പറയുന്നത്? ചാർജ് സിംപ്ലി മീൻ മോഡ്ഗേജ്. ചാർജ് എന്ന് പറയുന്നത് മോഡ്ഗേജ് ആണ്. പണയം വെക്കുക, അല്ലെങ്കിൽ അപ്പോൾ നമ്മൾ സെക്യൂരിറ്റി ആയിട്ട് വെക്കുക എന്നൊക്കെ പറയില്ലേ, ഈട് നിൽക്കുക, ജാമ്യം വെക്കുക എന്നൊക്കെ പറയില്ലേ മക്കൾ, അതാണ് ഈ മോഡ്ഗേജ് എന്ന ടേമിന് അർത്ഥം കേട്ടോ. മോഡ്ഗേജ്. ഇപ്പോൾ നമ്മളൊരു ലോൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പോൾ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുകയാണ്. ഇപ്പോൾ ബാങ്കിൽ നിന്ന് നമ്മൾ ലോൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സെക്യൂരിറ്റീസ് വെക്കണം അല്ലേ. ഇപ്പോൾ നമ്മൾ ഗോൾഡ് ലോൺ എടുക്കുകയാണെന്നുണ്ടെങ്കിലോ, നമ്മൾ എവിടെയാണ് ലോൺ എടുക്കുന്നത് അവിടെ കൊണ്ടുപോയിട്ട് നമ്മുടെ ഗോൾഡ് സെക്യൂരിറ്റി ആയിട്ട് വെക്കേണ്ട മക്കളെ. അപ്പോഴേ നമുക്ക് അതിനുള്ള ലോണ് ആ ഒരു ഓർഗനൈസേഷൻ നമുക്ക് തരുള്ളൂ അല്ലെ. ബാങ്കിൽ നിന്നൊക്കെ നമുക്ക് ലോൺ തരും. ഗോൾഡ് ലോണൊക്കെ തരുമ്പോൾ ലോൺ നമ്മൾ ഗോൾഡ് നമ്മൾ സെക്യൂരിറ്റി ആയിട്ട് വെക്കണം. അപ്പോൾ അങ്ങനെ നമ്മൾ വെക്കുന്ന സെക്യൂരിറ്റീസിനെ അല്ലേ, അല്ലെങ്കിൽ അങ്ങനെ വെക്കുന്ന ആ ഒരു ജാമ്യം വെക്കുന്നതിനെ അല്ലെങ്കിൽ ഈട് വെക്കുന്നതിനെയൊക്കെയാണ് മോഡ്ഗേജ് എന്ന ടേം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? അതെന്തിനാണ് നമ്മൾ വെക്കുന്നത്? ലോണ് സെക്യൂർഡ് ആക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം നമ്മൾ ഒരാൾക്ക് ലോൺ കൊടുക്കുന്നു അല്ലേ, നമ്മളിപ്പോൾ ഒരാൾക്ക് ഒരു 10,000 രൂപ ലോൺ കൊടുക്കുന്നു. അത് അയാൾ എപ്പോഴാണ് തിരിച്ചു തരാൻ നമുക്കറിയോ? അപ്പോൾ നമുക്ക് വല്ല സെക്യൂരിറ്റിയും കയ്യിൽ വേണ്ട. അയാൾ തരാതിരുന്ന് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ എവിടെ പോയിട്ട് നമ്മുടെ പൈസ എടുക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അവൻ്റെ നിന്ന് വല്ല സെക്യൂരിറ്റീസും വല്ല മൂവബിളോ ഇമ്മൂവബിളോ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് നമ്മൾ അതിൻ്റെ അവകാശം നമ്മുടെ കയ്യിൽ വെക്കുന്നു. എന്നിട്ട് അവർ ലോണ് തരികയാണെന്നുണ്ടെങ്കിൽ, തിരിച്ചു തരികയാണെന്നുണ്ടെങ്കിൽ നമ്മളത് അവർക്ക് തിരിച്ചു കൊടുക്കും. അല്ലെങ്കിലോ നമ്മൾ നമ്മുടെ ക്യാഷിന് ആനുപാതികമായിട്ട് ഇത് റിയലൈസ് ചെയ്തിട്ട് വിറ്റിട്ട് അതിൻ്റെ പൈസ നമ്മളെടുക്കും. ഓക്കെ, എന്തിനു വേണ്ടിയിട്ട് അപ്പോൾ വെക്കുന്നത്? ലോണ് സെക്യൂർഡ് ആക്കാൻ വേണ്ടിയിട്ട്. ബാങ്ക് ഇഷ്യൂ ചെയ്യുന്ന, ഫോർ എക്സാമ്പിൾ ബാങ്കിൻ്റെ എടുക്കുകയാണെങ്കിൽ ബാങ്ക് ഇഷ്യൂ ചെയ്യുന്ന ലോണിന് സെക്യൂർഡ് ആക്കാൻ വേണ്ടിയിട്ടാണ് സെക്യൂരിറ്റി വെക്കുന്നത്. ഇപ്പോൾ ഹോം ലോണൊക്കെ, ഇപ്പോൾ പേഴ്സണൽ ലോൺ എടുക്കുകയാണെങ്കിൽ നമ്മൾ ആധാരങ്ങളൊക്കെ കൊണ്ടുവയ്ക്കില്ല. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ ലോൺ എടുക്കുന്നു, ബാങ്കിൽ തിരിച്ചു കൊടുത്തില്ലെങ്കിൽ ബാങ്കിന് എവിടെ നിന്ന് പൈസ കിട്ടും? അപ്പോൾ ബാങ്ക് എന്ത് ചെയ്യും? എന്താണ് വെച്ചിരിക്കുന്ന പ്രോപ്പർട്ടി അത് വിറ്റിട്ട് ബാങ്ക് അതിൻ്റെ പൈസ എടുക്കും. അപ്പോൾ ലോണിനെ സെക്യൂർഡ് ആക്കാൻ വേണ്ടിയിട്ടാണ് മോഡ്ഗേജ് ചെയ്യുന്നത്. ഓക്കെ, സോ മോഡ്ഗേജ് means securing the loan, okay, against the assets or property or അസറ്റോ വെച്ചുകൊണ്ട് ആ ഒരു ലോണിനെ സെക്യൂർ ചെയ്യാണ്, പ്രൊട്ടക്റ്റ് ചെയ്യാണ് മോഡ്ഗേജിലൂടെ. ക്ലിയർ ആയ മക്കളെ? ഡൗട്ടില്ലല്ലോ? സോ ശ്രദ്ധിക്കേനി, ദിസ് ഇംപ്ലൈസ് ദാറ്റ് ഇഫ് ദ ബോറോവർ ദാറ്റ് മീൻസ് അവർ കമ്പനി, ഇഫ് ദ ബോറോവർ ഫെയിൽസ് ടു മീറ്റ് ഇറ്റ്സ് ഒബ്ലിഗേഷൻ, the lender can secure the payment from the asset or the asset mortgage. ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. ഓക്കെ, അപ്പോൾ കമ്പനീൻ്റെ വ്യൂ പോയിന്റ് ചിന്തിച്ച്, ഇനി കമ്പനി ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യണം അല്ലേ. കമ്പനി കടം എടുക്കല്ലേ പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്നുകൊണ്ട്. അപ്പോൾ കമ്പനി എന്ന് പറയുന്നത് ആരാണ്? ബോറോവറാണ്. ഓക്കെ, കടം എടുക്കുന്ന ആൾക്കാരാണ് ബോറോവർ. ഇനി ആരാണോ കമ്പനിക്ക് കടം കൊടുക്കുന്നത് അവരെ ലെൻഡർ എന്ന് പറയും. അപ്പോൾ കമ്പനി ഇഷ്യൂ നടത്തുന്നു, ഡിബഞ്ചർ ഇഷ്യൂ നടത്തുന്നു. എന്നിട്ട് ആ ഇഷ്യൂ നടത്തുന്ന ഡിബഞ്ചേഴ്സിൻ്റെ ഒപ്പം തന്നെ കമ്പനി സെക്യൂരിറ്റി ആയിട്ട് കമ്പനീൻ്റെ പലതരം പ്രോപ്പർട്ടീസ് വെക്കും. ഓക്കെ, അങ്ങനെ പലതരം പ്രോപ്പർട്ടീസ് സെക്യൂരിറ്റിയായി വെച്ചിട്ടാണ് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുക. അപ്പോൾ പബ്ലിക് എന്ത് ചെയ്യുന്നു? ഇപ്പോൾ നമ്മളൊക്കെ ആ ഡിബഞ്ചറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ദെൻ ആ ഡിബഞ്ചറിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് കമ്പനി മറ്റേ പൈസ തന്നില്ലെങ്കിലോ, ലോൺ എമൗണ്ട് അല്ലേ, കമ്പനി മറ്റേ പൈസ തന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? ആ കമ്പനി വെച്ചിരിക്കുന്ന ഡിബഞ്ചറിൻ്റെ ഒപ്പം വെച്ചിരിക്കുന്ന ആ പ്രോപ്പർട്ടീസിനെ വിറ്റിട്ട് നമ്മുടെ പൈസ നമുക്ക് തരും. ഓക്കെ, അപ്പോൾ എന്തായി? സെക്യൂരിറ്റി ആയില്ലേ, നമ്മുടെ പ്രോപ്പർട്ടിയിൽ സെക്യൂരിറ്റി വന്നു അല്ലെ. ആ പ്രോപ്പർട്ടിയിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ക്യാഷിൽ, പ്രോപ്പർട്ടിയിലല്ല നമ്മൾ കൊടുത്തിരിക്കുന്ന ക്യാഷിൽ നമുക്ക് സെക്യൂരിറ്റി വന്നു.
ഓക്കെ, അതാണ് മക്കളെ മോഡ്ഗേജിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, മോഡ്ഗേജ് ഉണ്ടാവും, സെക്യൂർഡ് ആവണ്ടേ. നമ്മൾ കമ്പനിക്ക് നമ്മൾ കൊടുക്കുന്നു, കമ്പനിക്ക് നമ്മളാണ് ലോൺ കൊടുക്കുന്നത് ഡിബഞ്ചറിലൂടെ. അപ്പോൾ നമുക്ക് ഈ ലോൺ തിരിച്ചു കിട്ടണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കമ്പനി എന്ത് ചെയ്യും, അവർ പലതരം അസറ്റുകളും മോഡ്ഗേജ് ചെയ്യും. അതിൻ്റെ പലതരം പ്രോപ്പർട്ടീസ് അവർ മോഡ്ഗേജ് ചെയ്തിട്ടാണ് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുക. അപ്പോൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്താലും നമുക്ക് സെക്യൂർഡ് ആയിട്ടിരിക്കാം. കമ്പനി പൈസ തന്നില്ലെങ്കിലും കമ്പനിയുടെ പ്രോപ്പർട്ടീസ് റിയലൈസ് ചെയ്തിട്ട് അതിൽ നിന്നുകൊണ്ട് നമുക്ക് എന്ത് കിട്ടും, ആ ക്യാഷുകൾ കിട്ടും. അപ്പോൾ നമുക്ക് അവരുടെ പ്രോപ്പർട്ടീസിൽ ക്ലെയിം ഉണ്ടാവും. നമുക്ക് അവർ ലോൺ തിരിച്ചു തന്നില്ല എന്നുണ്ടെങ്കിൽ, നമ്മുടെ ഡിബഞ്ചറിൻ്റെ പൈസ അവർ തിരിച്ചു തന്നില്ല എന്നുണ്ടെങ്കിൽ ആ അസറ്റിൽ നമുക്ക് അവകാശം വെക്കാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആയോ? ഡൗട്ടില്ലല്ലോ. അപ്പോൾ ഈ ചാർജിനെ, ഈ മോഡ്ഗേജിനെ നമുക്ക് ഫിക്സഡ് ചാർജ് എന്നും ഫ്ലോട്ടിംഗ് ചാർജ് എന്നും രണ്ടായിട്ട് തരംതിരിക്കാം. ഫിക്സഡ് ചാർജ് എന്ന് പറയുന്നത് പെർമനന്റ് അസറ്റ് ഇല്ലേ, ബിൽഡിങ്, മെഷീനറി, ഇതൊക്കെ സെക്യൂരിറ്റി ആയിട്ട് വെക്കുന്നതിനെയാണ് നമ്മൾ ഫിക്സഡ് ചാർജ് എന്ന് പറയുന്നത്. അപ്പോൾ സ്പെസിഫിക് ആയിട്ടുള്ളൊരു അസറ്റിനെ ഫിക്സഡ് ചാർജ് ഫിക്സ് ചെയ്ത് വെക്കുന്നു സെക്യൂരിറ്റി ആയിട്ട്. ഇപ്പോൾ പ്ലാന്റ് ആൻഡ് മെഷീനറി വെച്ചുകൊണ്ട് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നു കമ്പനി. അതുപോലെ അവരുടെ ഏതെങ്കിലും ഒരു അസറ്റ് വെച്ചുകൊണ്ട്, ലാൻഡ് വെച്ചുകൊണ്ട് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നു, അതിനെ സെക്യൂരിറ്റി ആയിട്ട് വെച്ചിട്ട് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഫിക്സഡ് ചാർജ്. ഒരു പെർമനന്റ് അസറ്റിനെയോ അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള അസറ്റിനെ വെച്ചുകൊണ്ട് അവിടെ എന്ത് ചെയ്യാണ്, ഡിബഞ്ചർ ഇഷ്യൂ നടത്തുകയാണ്. ഓക്കെ, സോ ടു എ ചാർജ് ക്രിയേറ്റഡ് ഓൺ എ സ്പെസിഫിക് അസറ്റ് ഓഫ് എ പെർമനന്റ് നേച്ചർ. ഓക്കെ, പെർമനന്റ് നേച്ചറുള്ള ഒരു സ്പെസിഫിക് അസറ്റിനെ ചാർജ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് അവിടെ എന്ത് വിളിക്കുക, ഫിക്സഡ് ചാർജ്. ഫോർ എക്സാമ്പിൾ ബിൽഡിംഗ്, മെഷീനറി എക്സെട്ര. ദെൻ ഇനി ഒരു സ്പെസിഫിക് അസറ്റായിട്ട് പറയുന്നില്ല, ഒരു ഓവറോൾ അസറ്റിനെ ബേസ് ചെയ്തുകൊണ്ട്, കുറേ അസറ്റുകളെ ബേസ് ചെയ്തുകൊണ്ട്, ഇപ്പോൾ ഒന്നിൽ കൂടുതൽ സ്പെസിഫിക് അല്ലാതെ കുറേ അസറ്റുകളെ ബേസ് ചെയ്തുകൊണ്ട് ഡിബഞ്ചർ ഇഷ്യൂ നടത്തുകയാണെന്നുണ്ടെങ്കിലാണ് അതിനെ ഫ്ലോട്ടിംഗ് ചാർജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കുറേ അസറ്റുകളെ എന്ത് ചെയ്യുന്നു, ഓവറോളായിട്ട് കുറേ അസറ്റുകളെ സെക്യൂരിറ്റി വെച്ചുകൊണ്ട് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്താൽ അതിനെ ഫ്ലോട്ടിംഗ് ചാർജ് നമുക്ക് വിളിക്കാം. ക്ലിയർ? സോ ചാർജ് സിംപ്ലി മീൻസ് മോഡ്ഗേജ്. ഓക്കെ, മോഡ്ഗേജ് ആണ്, പണയം വെക്കലാണ്. ഇതാണ് ഡിബഞ്ചർ സർട്ടിഫിക്കറ്റ് കേട്ടോ മക്കളെ. മുമ്പ് നമ്മൾ പറഞ്ഞ പോലെ ഡിബഞ്ചറിൻ്റെ സർട്ടിഫിക്കറ്റ് ആണ്. നിങ്ങളത് നോക്കിയേ, റിലയൻസ് ഇന്ത്യ ലിമിറ്റഡ് ആ കമ്പനിയാണ് ഇറക്കിയിരിക്കുന്നത്. ദെൻ കൊടുത്തിരിക്കുന്നുണ്ട് ഡിബഞ്ചർ സർട്ടിഫിക്കറ്റ് എന്നുണ്ട്. ദെൻ ഇവിടെ നോൺ കൺവേർട്ടബിൾ എന്ന് കാണുന്നത് അതൊക്കെ ടൈപ്പ് ഓഫ് ഡിബഞ്ചേഴ്സ് ആണ് കേട്ടോ. അവിടെ അതുപോലെ തന്നെ ഡിബഞ്ചറിൻ്റെ വാല്യൂ ഉണ്ട്, ഇൻട്രസ്റ്റ് റേറ്റ് കണ്ടോ, 12.5% ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ട്. സെക്യൂർഡ് ആണ്, അതായത് മോഡ്ഗേജ് വെച്ചിട്ട് ഡിബഞ്ചർ സെക്യൂർഡ് ആണ്. ദെൻ അതുപോലെ തന്നെ ഇവിടെ ആർക്കാണ് മക്കൾ ഇഷ്യൂ നടത്തുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഡിബഞ്ചർ ഹോൾഡറിന്റെ പേരുകളൊക്കെ കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, ദിസ് ഈസ് ദ ഡിബഞ്ചർ സർട്ടിഫിക്കറ്റ്. ദെൻ ഓതറൈസ്ഡ് സിഗ്നേറ്ററി, കമ്പനീൻ്റെ സീലുകളൊക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഡയറക്ടർ. ഓക്കെ, ഇതൊക്കെ എന്താണ്, ഇതെല്ലാം കമ്പനിയുടെ ഡിബഞ്ചർ സർട്ടിഫിക്കറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഓക്കെ, ഇതാ കമ്പനീൻ്റെ സീല് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. മറ്റൊന്നാണ് ഡിബഞ്ചർ സർട്ടിഫിക്കറ്റ് കേട്ടോ. കാണാൻ പറ്റുന്നുണ്ടല്ലോ. ക്ലിയർ ആയില്ലേ? ഇപ്പോൾ ഡിബഞ്ചർ ഒന്നും കൂടി ക്ലിക്ക് ആയില്ലേ? ഇതേ നമുക്ക് ചാർജ് വേണ്ടിയിട്ട് നമ്മൾ എവിടെ നോക്കിയത്. ഇനി നമുക്ക് ഡിബഞ്ചറിൻ്റെ നേച്ചർ നോക്കാം കേട്ടോ. എന്തൊക്കെ നേച്ചർ എന്ന് പറഞ്ഞാൽ സവിശേഷതകൾ എന്നാണ് കേട്ടോ മക്കളെ. എന്തൊക്കെ സവിശേഷതകളാണ് ഡിബഞ്ചറിനുള്ളത്. ഡിബഞ്ചർ എന്ന് പറഞ്ഞാൽ ഡെപ്റ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ്, കടമെടുക്കുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ്. നമ്മൾ എന്താ പറയുക, കടത്തിനെ കാണിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് ഡിബഞ്ചർ. ദെൻ ഈ ഡിബഞ്ചർ കമ്പനീൻ്റെ സീൽ വെച്ചുകൊണ്ടാണ് ഇഷ്യൂ ചെയ്യുന്നത്. കമ്പനീൻ്റെ സീൽ ഉണ്ടാവും, നമ്മളിപ്പോൾ കണ്ടില്ലേ, കമ്പനീൻ്റെ സീൽ ഉണ്ടാവും ഡിബഞ്ചറിൽ. ദെൻ ഡിബഞ്ചറിന് ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ട്. ഡിബഞ്ചർ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ആരാണ് ഡിബഞ്ചർ പർച്ചേസ് ചെയ്യുന്നത്, ആ ഡിബഞ്ചർ ഹോൾഡറിന് ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആര് കൊടുക്കണം, കമ്പനി കൊടുക്കണം. ദെൻ ഇറ്റ് കണ്ടെയ്ൻസ് കോൺട്രാക്ട് ഫോർ ദ റീപേയ്മെൻറ്റ് ഓഫ് പ്രിൻസിപ്പൽ എമൗണ്ട്. അപ്പോൾ ഒരു സ്പെസിഫിക് ഡേറ്റിൽ, ഇപ്പോൾ ഒരു 10 വർഷം കഴിഞ്ഞിട്ടോ ഒരു 5 വർഷം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഒരു 15 വർഷം കഴിഞ്ഞിട്ടോ ഈ ഡിബഞ്ചറിൻ്റെ പ്രിൻസിപ്പൽ എമൗണ്ട്, അതായത് ഇപ്പോൾ ഡിബഞ്ചറിൻ്റെ വാല്യൂ ഇപ്പോൾ 10 ലക്ഷം ആണെങ്കിൽ 10 ലക്ഷം, 1 ലക്ഷം ആണെങ്കിൽ 1 ലക്ഷം, ആ സർട്ടിഫിക്കറ്റിൽ ഫേസ് വാല്യൂ എത്രയാണോ ആ എമൗണ്ട് റീപേയ്മെൻറ്റ് നടത്തും. ഓക്കെ, അതിൻ്റെ ഒരു കോൺട്രാക്റ്റും കൂടിയാണ്, ഒരു കരാറും കൂടിയാണ് ഡിബഞ്ചർ എന്ന് പറയാം. അപ്പോൾ അവിടെ സെക്യൂർഡ് ആണല്ലോ മക്കളെ, ഡിബഞ്ചർ എന്ന് പറഞ്ഞാൽ സെക്യൂർഡ് ആണ്. കമ്പനി അസറ്റൊക്കെ സെക്യൂരിറ്റി വെച്ചുകൊണ്ടാണ് ഈ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് ജനറലി സെക്യൂർഡ് ബൈ എ ചാർജ്. മോഡ്ഗേജ് ചെയ്തിട്ട് സെക്യൂർഡ് ആയിരിക്കും, അസറ്റെല്ലാം മോഡ്ഗേജ് ചെയ്തിട്ട് അതല്ല അസറ്റെല്ലാം സെക്യൂരിറ്റി ആയിട്ട് വെച്ചിട്ടായിരിക്കും ഡിബഞ്ചർ ഇഷ്യൂ നടത്തുന്നത്. ക്ലിയർ? നോ ഡൗട്ട്. ദെൻ ഡിബഞ്ചർ എന്ന് പറയുന്നത് ലോൺ ക്യാപിറ്റലാണ് അല്ലേ, ലോണിനെ കാണിക്കുന്നതാണ് ഡിബഞ്ചർ. മുമ്പ് നമ്മൾ പറഞ്ഞ പോലെ ലോൺ കമ്പനിക്ക് ക്യാപിറ്റൽ വേണമെന്നുണ്ടെങ്കിൽ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യാം. അത് റെപ്രസെന്റ് ചെയ്യുന്നത് എന്തിനാണ്, ലോണിനെയാണ് ഇത് റെപ്രസെന്റ് ചെയ്യുന്നത്, ലോൺ ക്യാപിറ്റലാണ്. ദെൻ ഇറ്റ് ഈസ് എ ലോങ് ടേം സോഴ്സ് ഓഫ് ഫണ്ട്. ലോങ് പീരീഡിലേക്ക് വേണ്ടിയിട്ട്, ലോങ് പീരീഡ് ആയിരിക്കും ഡിബഞ്ചറിൻ്റെ റീപേയ്മെൻറ്റ് പീരീഡ്. ലോങ് ടേം ഫണ്ടാണ്, ഒരുപാട് കാലയളവ് കഴിഞ്ഞിട്ട് മാത്രം ഡിബഞ്ചർ തിരിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ ഷോർട്ട് ടേം എടുക്കുകയാണെങ്കിൽ നമ്മൾ 1 വർഷത്തിൻ്റെ ഉള്ളിലൊക്കെ തിരിച്ചു കൊടുക്കണം, 2 ഇയേഴ്സിൻ്റെ ഉള്ളിലൊക്കെ തിരിച്ചു കൊടുക്കണം. ഇപ്പോൾ ലോങ് ടേം ആയതുകൊണ്ട് കമ്പനിക്ക് കുറേ വർഷം കഴിഞ്ഞിട്ട് ഇത് റീപേ ചെയ്താൽ മതി.
പിന്നെ ഒരു കാര്യം മക്കളെ, ഇവിടെ ഇല്ലേ വോട്ടിംഗ് റൈറ്റ് ഉണ്ടാവില്ല ഡിബഞ്ചർ ഹോൾഡറുകളായിട്ട് പറഞ്ഞപ്പോൾ ക്യാപിറ്റലിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ഇവിടെ ഒരിക്കലും അവർക്ക് എന്തുണ്ടാവില്ല, ഡിബഞ്ചർ ഹോൾഡേഴ്സിന് വോട്ടിംഗ് റൈറ്റ് ഇല്ല. കമ്പനിയിൽ വോട്ടിംഗ് റൈറ്റോ അല്ലെങ്കിൽ മാനേജ്മെൻറ്റിലെ പാർട്ടിസിപ്പേഷനോ ഒന്നും ഉണ്ടാവില്ല. ഇവർ പുറത്തുള്ള ആൾക്കാരാണ്, ക്രെഡിറ്റേഴ്സാണ് കമ്പനീൻ്റെ. സോ ദീസ് ആർ ദ മേജർ നേച്ചർ ഓഫ് ഡിബഞ്ചേഴ്സ്. ഡിബഞ്ചറിൻ്റെ നേച്ചറാണ്. ഡൗട്ടില്ലല്ലോ. ഏതൊക്കെ ടൈപ്പ് ഓഫ് ഡിബഞ്ചേഴ്സ് ആണുള്ളത്? ടൈപ്പ് പലതരത്തിലുള്ളതെന്ന് നമുക്ക് പറയാൻ പറ്റും. ക്ലാസിഫിക്കേഷൻസ്, കൈൻഡ്സ് ഓഫ് ഡിബഞ്ചേഴ്സ്, ഏതൊക്കെ തരത്തിലാണ് ഡിബഞ്ചേഴ്സ് ഉള്ളത്. അപ്പോൾ ഡിബഞ്ചേഴ്സിനെ രജിസ്ട്രേഷൻ്റെ ബേസിൽ അതെങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുന്നത്? രജിസ്ട്രേഷൻ എങ്ങനെയാണ്? സെക്യൂരിറ്റി അല്ലേ, മോർഗേജിൻ്റെ ബേസിൽ, ദെൻ റിഡംഷൻ്റെ റീപേയ്മെൻറ്റ് ബേസിൽ, കൺവേർട്ടബിലിറ്റീൻ്റെ ഒക്കെ ബേസിൽ പലതായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം മക്കളെ. ആദ്യത്തെയാണ് ഓൺ ദ ബേസിസ് ഓഫ് രജിസ്ട്രേഷൻ. ഫസ്റ്റ് വൺ രജിസ്റ്റേർഡ് ഡിബഞ്ചേഴ്സ്. ആദ്യത്തെയാണ് എന്ത്? രജിസ്റ്റേർഡ് ഡിബഞ്ചേഴ്സ്. നമ്മൾ രജിസ്റ്റേർഡ് ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ, കമ്പനി ഡിബഞ്ചർ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഒഫീഷ്യൽ ലിസ്റ്റ് കമ്പനി തയ്യാറാക്കും. ഓക്കെ, ആർക്കാണ് ഡിബഞ്ചർ ഇഷ്യൂ നടത്തിയിരിക്കുന്നത് അതിൻ്റെ ഒരു റെക്കോർഡ് തയ്യാറാക്കും. ഒഫീഷ്യൽ ലിസ്റ്റ്, അതിൻ്റെ നെയിമൊക്കെ വെച്ചിട്ടുള്ള ഒഫീഷ്യൽ ലിസ്റ്റ് തയ്യാറാക്കും. ഇപ്പോൾ നമ്മൾ നമ്മുടെ ക്ലാസ്സിൽ നമ്മുടെ നെയിം ലിസ്റ്റില്ല കുട്ടികളെ, അറ്റൻഡൻസ് ലിസ്റ്റിൽ നെയിം ലിസ്റ്റ് നിങ്ങളുടെ റെക്കോർഡാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റുഡൻസിൻ്റെ ലിസ്റ്റ് പോലെ കമ്പനി ആർക്കാണ് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തിരിക്കുന്നത് ആ ഡിബഞ്ചർ ഹോൾഡേഴ്സിൻ്റെ ലിസ്റ്റ് തയ്യാറാക്കും. ആ ലിസ്റ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ഡിബഞ്ചേഴ്സിൻ്റെ രജിസ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ഡിബഞ്ചേഴ്സിൻ്റെ രജിസ്റ്ററിൽ ഉൾപ്പെട്ടിട്ടുള്ള വ്യക്തികൾക്കാണ് ഡിബഞ്ചറിൻ്റെ റീപേയ്മെൻറ്റ് നടത്തുന്നതെന്നുണ്ടെങ്കിലാണ് അതിനെ രജിസ്റ്റേർഡ് ഡിബഞ്ചേഴ്സ് എന്ന് പറയാം. ഓക്കെ, ഇപ്പോൾ ഡിബഞ്ചർ കമ്പനി ഇഷ്യൂ ചെയ്തു, എന്നിട്ട് അതിൽ ഒഫീഷ്യൽ ലിസ്റ്റിൽ ഒരാളുടെ പേരുണ്ടെന്ന് വിചാരിക്കും. പിന്നീട് കമ്പനി റീപേയ്മെൻറ്റ് നടത്തുന്നത്, കമ്പനി തിരിച്ചു കൊടുക്കണമല്ലോ, ഈ ലോൺ തിരിച്ചു കൊടുക്കണം. ഡിബഞ്ചർ ആരാണോ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്, ആരാണോ വാങ്ങിച്ചിരിക്കുന്നത്, അവർക്ക് തിരിച്ചു കൊടുക്കേണ്ട മക്കളെ. അങ്ങനെ തിരിച്ചു കൊടുക്കുന്ന സമയത്ത് കമ്പനി ഡിബഞ്ചേഴ്സ് പേയ്മെൻറ്റ് നടത്തുന്നത് ആ രജിസ്റ്ററിൽ ഉൾപ്പെട്ടിട്ടുള്ള വ്യക്തികൾക്ക് മാത്രമാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഡിബഞ്ചേഴ്സിനെയാണ് രജിസ്റ്റേർഡ് ഡിബഞ്ചേഴ്സ് എന്ന് പറയാം. ബിക്കോസ് നമുക്കിപ്പോൾ നമ്മുടെ കയ്യിൽ ഡിബഞ്ചർ ഉണ്ടെങ്കിൽ, നമ്മളൊരു കമ്പനി ഡിബഞ്ചർ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് മറ്റുള്ളവർക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ രജിസ്റ്റേർഡ് ഡിബഞ്ചറിൻ്റെ കേസിലാണെങ്കിൽ അങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റില്ല. കമ്പനീൻ്റെ അറിവോട് കൂടി മാത്രമേ നമ്മുടെ കയ്യിലുള്ള ഡിബഞ്ചറിൻ്റെ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഡിബഞ്ചർ മറ്റുള്ള വ്യക്തികൾക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഇപ്പോൾ രജിസ്റ്റേർഡ് ഡിബഞ്ചേഴ്സിൽ കമ്പനീൻ്റെ നോളേജ് വേണം, അവരെ അറിയിച്ചിട്ട് മാത്രമേ ആരാണോ അത് വാങ്ങിച്ചിരിക്കുന്നത് അവർ മറ്റുള്ളവർക്ക് അത് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ, മറ്റുള്ള പേഴ്സൺസിനെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. That's what we call registered debentures. So these debentures are payable to person recorded in the register of debenture holders. Debenture holders-ന്റെ രജിസ്റ്ററിൽ റെക്കോർഡ് ചെയ്തിട്ടുള്ള നെയിമുള്ള വ്യക്തിക്ക് മാത്രമേ ഡിബഞ്ചറിൻ്റെ റീപേയ്മെൻറ്റ് കൊടുക്കുകയുള്ളൂ. ദെൻ അതേസമയം ബിയറർ ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത് ആരിൻ്റെ കയ്യിലാണോ ഈ ഡിബഞ്ചർ സർട്ടിഫിക്കറ്റ് ഇപ്പം നിലനിൽക്കുന്നത്, കമ്പനി ഡിബഞ്ചർ റീപേ ചെയ്യാൻ പോവാണ്, തിരിച്ചു കൊടുക്കാൻ പോവാണ്. അപ്പോൾ ആ സമയത്ത് ആരിൻ്റെ കയ്യിലാണോ ഈ ഒരു ഡിബഞ്ചർ സർട്ടിഫിക്കറ്റ് ഉള്ളത് അവർക്ക് തിരിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിലാണ്, ഈ റീപേയ്മെൻറ്റ് നടത്തുകയാണെന്നുണ്ടെങ്കിലാണ് ബിയറർ ഡിബഞ്ചേഴ്സ് എന്ന് പറയാം. ഓക്കെ, റീപേയ്മെൻറ്റ് എന്ന് പറയുമ്പോൾ എന്താ മക്കളെ? ആ ഡിബഞ്ചറിൻ്റെ പൈസ പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്നുകൊണ്ട് ആ ഒരു കമ്പനി വാങ്ങിച്ചിരിക്കുന്ന എമൗണ്ട് തിരിച്ചു കൊടുക്കുന്നു അല്ലേ. നമ്മളിപ്പോൾ കമ്പനിക്ക് ഒരു 10 ലക്ഷം രൂപ ഡിബഞ്ചറിലൂടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ കമ്പനി ഒരു 10 വർഷം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ 20 വർഷം കഴിഞ്ഞിട്ടോ ആ എമൗണ്ട് നമുക്ക് തിരിച്ചു തരണ്ടേ, ലോൺ എമൗണ്ട് അല്ലേ. അപ്പോൾ അതിനെ നമ്മൾ റീപേയ്മെൻറ്റ് എന്ന് പറയാം. സോ അങ്ങനെ ആരിൻ്റെ കയ്യിലാണോ ഇപ്പോൾ ഡിബഞ്ചർ സർട്ടിഫിക്കറ്റ് ഉള്ളത്, ഇപ്പോൾ നമ്മൾ വേറെ ഒരാൾക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു, റൈറ്റ്. ഇപ്പോൾ വേറെ ഒരാൾക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു നമ്മുടെ ഡിബഞ്ചർ സർട്ടിഫിക്കറ്റ്, വേറെ ഡീഡിലൂടെയോ എങ്ങനെ ആയിക്കോട്ടെ. അപ്പോൾ അങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കൈവശം വെച്ചിരിക്കുന്ന വ്യക്തിനെയാണ് നമ്മൾ ബിയറർ എന്ന് പറയുന്നത്. അപ്പോൾ ആരാണ് ഇത് കൈവശം വെച്ചിരിക്കുന്ന ഡിബഞ്ചർ അവർക്ക് റീപേയ്മെൻറ്റ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ, തിരിച്ച് ഡിബഞ്ചറിൻ്റെ എമൗണ്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് ബിയറർ ഡിബഞ്ചേഴ്സ് എന്ന് പറയാം. അപ്പോൾ കമ്പനിക്ക് അവിടെ ഡിബഞ്ചേഴ്സിൻ്റെ രജിസ്റ്റർ ഒന്നും മെയിൻറ്റെയിൻ ചെയ്യേണ്ട കാര്യമില്ല. ഇവിടെ ആസ് യൂഷ്വൽ നമ്മളിപ്പോൾ ഒരു ഡെലിവറി നടത്തുന്നത് പോലെ ഇപ്പോൾ ചെക്കുകളൊക്കെ കൈമാറ്റം ചെയ്യില്ലേ, സൈനൊക്കെ ചെയ്തിട്ട് പുറകിൽ സൈനൊക്കെ ചെയ്തിട്ട് എൻഡോഴ്സ്മെൻ്റ് ഒക്കെ നടത്തിയിട്ട്, അതുപോലെ ഈ ഡിബഞ്ചർ സർട്ടിഫിക്കറ്റ് കൈമാറ്റം ചെയ്യാം. അപ്പോൾ അങ്ങനെ അവിടെ ആരാണോ ഇത് വാങ്ങിക്കുന്നത് അതിൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത് അവർക്ക് ഇത് തിരിച്ചു കൊടുക്കുന്നത്, റീപേയ്മെൻറ്റ് നടത്തുന്നു. Okay, then next on the basis of security, mortgage debentures or secured debentures, naked debentures or unsecured debentures എന്ന് പറയും. ആദ്യത്തെ സെക്യൂർഡ് ഡിബഞ്ചേഴ്സ് അല്ലെങ്കിൽ മോർഗേജ് ഡിബഞ്ചേഴ്സ്, ദാറ്റ് മീൻസ് കമ്പനീൻ്റെ അസറ്റിനെ സെക്യൂരിറ്റി ആയി വെച്ചുകൊണ്ട്, ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള അസറ്റോ അല്ലെങ്കിൽ കുറേ അസറ്റുകളോ ജനറൽ ആയിട്ടുള്ള അസറ്റുകളോ സെക്യൂരിറ്റി ആയി വെച്ചുകൊണ്ടാണ് ഡിബഞ്ചർ ഇഷ്യൂ നടത്തുന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാം? സെക്യൂർഡ് ഡിബഞ്ചേഴ്സ് എന്ന് പറയാം. ഇനി അഥവാ സെക്യൂരിറ്റി അല്ലാതെ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ, നേരത്തെ നമ്മൾ സെക്യൂരിറ്റി പറഞ്ഞില്ലേ, ചാർജ് പറഞ്ഞില്ലേ, അപ്പോൾ സെക്യൂരിറ്റി ഇല്ലാതെ ഇഷ്യൂ നടത്തി കഴിഞ്ഞാൽ അതിനെന്ത് നമ്മൾ പറയുക? അൺസെക്യൂർഡ് ഡിബഞ്ചേഴ്സ് ഓർ നേക്കഡ് ഡിബഞ്ചേഴ്സ് എന്ന് പറയാം. Then
ഓൺ ദ ബേസ് ഓഫ് റിഡംഷൻ. റിഡംഷൻ എന്ന് പറഞ്ഞാൽ റീപേയ്മെന്റ്, തിരിച്ചടയ്ക്കുന്ന ഡിബഞ്ചർ തിരിച്ചു കൊടുക്കുന്നു. തിരിച്ചു കൊടുക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ റെഡീമബിൾ ഡിബഞ്ചേഴ്സ് എന്നും ഇറഡീമബിൾ ഡിബഞ്ചേഴ്സ് എന്ന് പറയാം. ഓക്കെ, റെഡീമബിൾ ഡിബഞ്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു ഫിക്സഡ് പീരീഡ് കഴിഞ്ഞാൽ, ഒരു നിശ്ചിത കാലയളവ് കഴിഞ്ഞാൽ ഈ ഡിബഞ്ചറിന്റെ എമൗണ്ട് ആരാണ് ഡിബഞ്ചർ ഹോൾഡേഴ്സ് അവർക്ക് കമ്പനി തിരിച്ചു കൊടുക്കുന്നു. അങ്ങനെയുള്ള ഡിബഞ്ചേഴ്സിനെയാണ് റെഡീമബിൾ ഡിബഞ്ചേഴ്സ് എന്ന് പറയുക. അത് ലംസമായിട്ട് ഹോൾ എമൗണ്ട് ആയിട്ട് വേണമെങ്കിൽ തിരിച്ചു കൊടുക്കും, അല്ലെങ്കിൽ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് കുറച്ച് എമൗണ്ട് ആയിട്ട് കമ്പനി ഡിബഞ്ചർ ഹോൾഡേഴ്സിന് തിരിച്ചു കൊടുക്കുന്നു. ഓക്കെ, ദെൻ ഇറഡീമബിൾ ഡിബഞ്ചേഴ്സ്, റെഡീം ചെയ്യുന്നില്ല, റീപേയ്മെന്റ് നടത്താത്ത ഡിബഞ്ചേഴ്സ് അല്ലെങ്കിൽ പെർപെക്ച്വൽ ഡിബഞ്ചേഴ്സ് ഒക്കെ നമുക്ക് പറയാം. കമ്പനീന്റെ ലൈഫ് ടൈമിൽ കമ്പനി എത്ര കാലം നിലനിൽക്കുന്നോ അത്രയും കാലം വരെ ഇത് തിരിച്ചു കൊടുക്കില്ല. ഓക്കെ, കമ്പനീന്റെ വൈൻഡിങ് അപ്പിന്റെ സമയത്ത് കമ്പനി എല്ലാം എന്താ പറയുക ലിക്വിഡേറ്റ് ചെയ്യുക, കമ്പനി ഇല്ലാതാവില്ലേ, അപ്പോൾ അങ്ങനെ കമ്പനി എല്ലാം ഇല്ലാതാവുന്ന സമയത്ത് മാത്രമേ ഇത് തിരിച്ചു കൊടുക്കുകയുള്ളൂ. ഇങ്ങനെയുള്ള ഇറഡീമബിൾ ഡിബഞ്ചേഴ്സ് കമ്പനീന്റെ ലൈഫ് ടൈമിൽ, കമ്പനീന്റെ എപ്പോഴാണ് കമ്പനീന്റെ ബിസിനസ് കണ്ടിന്യൂ ചെയ്യുന്നത് അത്രയും കാലഘട്ടം വരെ, കമ്പനീന്റെ ലൈഫ് ടൈം വരെ ഇതൊരിക്കലും തിരിച്ചു കൊടുക്കില്ല. അതാണ് ഇറഡീമബിൾ ഡിബഞ്ചേഴ്സ് എന്ന് പറയാം. ക്ലിയർ ആയ മക്കളെ? സിമ്പിൾ അല്ലേ? ഓൺ ദ ബേസ് ഓഫ് റിഡംഷൻ. ദെൻ ഓൺ ദ ബേസ് ഓഫ് കൺവേർട്ടബിലിറ്റി, കൺവേർട്ട് ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിൽ കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സിനും നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ് നമുക്ക് പറയാം. ഓക്കെ, കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത് ആ ഒരു ഡിബഞ്ചർ ഹോൾഡറിന്റെ, ആരിൻ്റെ കയ്യിലാണ് ഡിബഞ്ചർ ഉള്ളത് അവന്റെ ഓപ്ഷൻ പ്രകാരം, അവന്റെ ഇഷ്ടപ്രകാരം ഈ ഡിബഞ്ചേഴ്സിനെ ഷെയർസ് ഇല്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഇക്വിറ്റി ഷെയർസ്, പ്രിഫറൻസ് ഷെയർസുകളായിട്ട് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, അതിനാണ് നമ്മൾ കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ് എന്ന് പറയാം. അപ്പോൾ നമുക്കിപ്പോൾ കൺവേർട്ട് ചെയ്യുന്ന ആഗ്രഹം, ഡിബഞ്ചേഴ്സിനെ ഷെയർ ആയിട്ട് മാറ്റണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് മാറ്റാം. അങ്ങനെയുള്ള ഡിബഞ്ചേഴ്സാണ് കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ്. ഇനി കമ്പനിയുടെ ഇങ്ങനെയുള്ള ഡിബഞ്ചേഴ്സിനെ ഷെയർസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ, മാറ്റാൻ പറ്റിയില്ല, കൺവേർട്ട് ചെയ്യാൻ മാറ്റുക, അങ്ങനെ മാറ്റാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിലാണ് നമ്മളതിനെ നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചർ എന്ന് പറയുന്നത്. ഇറ്റ്സ് കോൾഡ് നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ്. ഷെയർ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ലെന്നുണ്ടെങ്കിൽ അതിന് നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നു. ക്ലിയർ ആയില്ലേ? ഡൗട്ടില്ലല്ലോ മക്കളെ? കുറേ നമ്മൾ നോക്കിയില്ലേ? അപ്പം ഇന്ന് എന്തൊക്കെയാണ് നമ്മൾ നോക്കിയത്? മീനിങ്. ഫസ്റ്റ് തന്നെ എന്താണ് മീനിങ് എന്നൊക്കെ നമ്മൾ നോക്കി, ഡിബഞ്ചേഴ്സ് എന്താണെന്ന് നോക്കി, ഡിബഞ്ചറിൻ്റെ മീനിങ്ങളെ കുറിച്ച് നോക്കി. അപ്പോൾ എന്തായാലും വീഡിയോൻ്റെ ലെങ്ത് കുറച്ച് കൂടിയിട്ടുണ്ട് മക്കളെ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസ് ഫർദർ വേണമെങ്കിൽ എന്തെങ്കിലും ചോദിക്കുക. താങ്ക്